സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് പ്രയോജനകരവും അനുഗ്രഹമായി തീരുന്നതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ ശബ്ദം ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായിട്ട് സൂക്ഷ്മമായിട്ട് വെളിപ്പാട് പുസ്തകം പൊരുൾ തിരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സീരീസ് ഓഫ് ലെസൺസ് ആണിത്. 7-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് കറണ്ട് അഫെയർസിലേക്ക് പോകേണ്ടി വന്നു. കറണ്ട് അഫെയർസിലേക്ക് പോകാനുള്ള പ്രധാന കാരണം വെളിപ്പാട് പുസ്തകത്തിലെ നമ്മുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് വളരെ ആകാംക്ഷയോടെ അതിനുവേണ്ടി ഒരുങ്ങാൻ കഴിയും. നമ്മൾ അതിനെപ്പറ്റി വിചാരമില്ലാതിരുന്നു കഴിഞ്ഞാൽ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, ഇപ്പോഴെങ്ങും കർത്താവ് വരത്തില്ലെന്ന വിചാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷ ഉണ്ടാകുന്നത്. നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വളരെ അവെയറായിരിക്കണം. ഏറ്റവും അധികം ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരുങ്ങേണ്ടതായ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളതാണ്. കാരണം ഈ ദിവസങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്ക് എടുക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റേത് മനുഷ്യരെക്കാട്ടിലും ഏറ്റവും അരിഷ്ടരാണ് നമ്മൾ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ബൈ എനി ചാൻസ് വി ഹാപ്പൻ ടു മിസ് the trumpet call, then we are more miserable than anybody else living on the planet Earth at that time. അപ്പോൾ മറ്റ് പല കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചു, നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായി എന്നിരിക്കട്ടെ. ബട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓഫ് നോ യൂസ് ആയി മാറും. കാരണം ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരുവിന് തൊട്ട് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിവൃത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുകയും ചെയ്യുന്നത് എന്ത്? യഹോവയ്ക്കും തൻ്റെ അഭിഷക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടുക, അധിപതികൾ കൂടി ആലോചിക്കുക. ആർക്കെതിരായിട്ട്? യഹോവയ്ക്കും തൻ്റെ അഭിഷക്തനും വിരോധമായി. ഇവിടെ അഭിഷക്തൻ എന്ന വേർഡിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്തിങ്ങനെയാണ്. മഷിഖോ എന്നാണ് അവിടെ പറയുന്നത്, തൻ്റെ അഭിഷക്തൻ. ഈ തൻ്റെ അഭിഷക്തൻ എന്ന് പറയുമ്പോൾ ആ ടെർമിനോളജിയിലെ ഒന്നാമത്തെ അർത്ഥം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം അതിന് താൻ കൊടുക്കുന്നതായ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകളെ തൻ്റെ അഭിഷക്തൻ എന്ന് പറയും. ഉദാഹരണമായിട്ട് കോരേശ് രാജാവെന്ന പാർസി രാജാവ് താൻ ജനിക്കുന്നതിന് 100 വർഷം മുമ്പ് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ പ്രവചിച്ചു. എങ്ങനെ? എൻ്റെ അഭിഷക്തൻ എന്ന്. ആരെ? കോരേശ് രാജാവിനെ. കോരേശ് രാജാവാണത് അഭിഷക്തൻ. ഇനി നമ്മൾ ജൂവിഷ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അഭിഷക്തൻ എന്ന ടെർമിനോളജിക്ക് പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. അത് ദി എൻറ്റയർ ജൂവിഷ് നേഷൻ എന്നാണ്. മുഴുവൻ ജൂവിഷ് നേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതാണ്? രണ്ടാം സങ്കീർത്തനത്തിൽ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. വ്യർത്ഥമായി നിരൂപിക്കുന്നു പറഞ്ഞാൽ അവരെത്ര കണക്ക് കൂട്ടിയാൽ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. ഏത് കാര്യം നടക്കാൻ പോകുന്നില്ല? യഹോവയ്ക്കും തൻ്റെ അഭിഷക്തനും വിരോധമായി, സ്വർഗസ്ഥനായ ദൈവത്തിനും തൻ്റെ അഭിഷക്തനായ ഇസ്രായേൽ ജാതിക്കും വിരോധമായി അവരെന്ത് നിറയും? വലിയ വലിയ കണക്കുകൾ കൂട്ടാം. എന്താ വലിയ കണക്ക് കൂട്ടലെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ കൊച്ചു കല്ല് അവിടുന്ന് എടുത്ത് മെഡിറ്ററേനിയൻ കടലിൽ എറിഞ്ഞു കളഞ്ഞു കഴിയുമ്പം ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ.
ഞാൻ എൻ്റെ ഈ ചില ദിവസങ്ങളിൽ ടോക്സ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട്, ഞാൻ വളരെ പ്രോ ജൂവിഷാണ്. യഹൂദ ജനത്തിൻ്റെ അനുകൂലവാദിയായ ഒരു മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ റീസൺസ് എൻ്റെ ഫെർദർ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ ഇരുന്നവർക്കും ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയും. ദർ ആർ സ്പെസിഫിക് റീസൺസ് ഫോർ ഇറ്റ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ലെസണിലേക്ക് ഓടി വരാൻ പോവാണ്. ഈ ലോകത്തിലിപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ലോകമേ അന്ധകാരത്തിൻ്റെ ആത്മാവിലാണ്. അന്ധകാരത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവജനത്തിനെതിരായി, യഹോവയുടെ അഭിഷക്തിനെതിരായി, ഇസ്രയേൽ ജാതിക്കെതിരായി എന്തെല്ലാം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പരത്താമോ അതെല്ലാം പരത്തിക്കൊണ്ട് ഒരു ഇൻ്റലക്ച്വൽ സീജ് ഇസ്രയേലിനെതിരായി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇപ്പം നിങ്ങളോടിരുന്ന് സംസാരിക്കുന്ന ഈ റൂമിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെത്തും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു കാലത്ത്, ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്തിനാണ് നിലവിലെന്ന് അറിയാമോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി നിലവിൽ വരാൻ തന്നെ കാരണം വിശുദ്ധ വേദപുസ്തക സത്യങ്ങൾ ഭക്തന്മാർ പഠിച്ച് ലോകത്തിലെത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇനിയും ഈ പെനക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയുന്ന സാധനം, പ്രൊട്ടസ്റ്റന്റ് റിവൈവൽ എന്ന് പറയുന്നത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ എത്തിച്ചത് ഓക്സ്ഫോർഡിലെ ഭക്തന്മാരായിരുന്നു ഒരു കാലത്ത്. ദേ വർ ദ ടോപ്പസ്റ്റ്. ആ യൂണിവേഴ്സിറ്റി ഇന്ന് 100%, 180 ഡിഗ്രി എഗൻസ്റ്റ് ബിബ്ലിക്കൽ ട്രൂത്ത്, വേദപുസ്തക സത്യങ്ങൾക്ക് 180 ഡിഗ്രി തിരിഞ്ഞ് മാറിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഡിസ്കഷൻസ് മുഴുവനും യഹൂദനെ കുറ്റം പറയാനാണ്, യഹൂദനെ ചീത്ത പറയാനാണ്, യഹൂദനെതിരായിട്ടാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം ഈ ഇൻ്റലക്ച്വൽ സർക്കിൾസിൽ ഇന്ന് വെസ്റ്റേൺ വേൾഡിലൊരു ധാരണയുണ്ട്, ഇഫ് യു ആർ ആൻറ്റി ജൂവിഷ് then you are intellectual. If you are pro-Jewish, then you are not very intellectual. അപ്പോൾ യഹൂദനെതിരായിട്ട് 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വലിയ ഹ്യൂമാനിറ്റേറിയൻ ആയിക്കഴിഞ്ഞു, നമ്മൾ ഒരു ചാരിറ്റബിൾ ആറ്റിറ്റ്യൂഡ് ആയിക്കഴിഞ്ഞു, നമ്മൾക്ക് ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉണ്ട്, പിന്നെ നമ്മൾ ബ്രോഡ് മൈൻഡഡ് ആയിക്കഴിഞ്ഞു, നമ്മൾ മൾട്ടി കൾച്ചറൽ മൾട്ടി സിവിലൈസ്ഡ് ആയിക്കഴിഞ്ഞു. അത് യഹൂദനെ ചീത്ത പറയണം, നമ്മൾ ബുദ്ധിജീവി ആയിക്കഴിഞ്ഞു. അപ്പം നിർഭാഗ്യവച്ച്, ഞാൻ ഈ സമയം എടുത്ത് പറയാൻ കാരണം, നിർഭാഗ്യവച്ചാൽ നമ്മളിൽ അനേകരും, പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്ത് ചെന്ന് ചാടിയിട്ട് ഈ കള്ളത്തരം കേട്ടിട്ട് unknowingly they happen to become anti-Jewish. ഈ ആൻറ്റി ജൂവിഷ് പ്രവണത എന്ന് പറയുന്നത്, ടു ദി അതർ പീപ്പിൾ ഇൻ ദ വേൾഡ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യഹൂദന് വിരോധമായി സംസാരിക്കുമ്പോൾ യഹോവയ്ക്കും തൻ്റെ അഭിഷക്തിന് വിരോധമായി സംസാരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് ഈ ഒരു സെമി ബുദ്ധിജീവി കളിക്കുന്നതിന് വേണ്ടി യഹൂദൻ്റെ ജൂവിഷ് കോസിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ലോകത്തിൽ ഒരു മനുഷ്യന് ലംഘിക്കാൻ പാടില്ലാത്ത ഒരു കൽപ്പന കൊടുത്തിരുന്നു. 105-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. അങ്ങനെ അവരൊരു ജാതിയെ വിട്ട് വേറൊരു ജാതിയുടെ അടുത്തേക്കും ഒരു രാജ്യത്തെ വിട്ട് വേറൊരു രാജ്യത്തിൻ്റെ അടുത്തേക്ക് പോകും, പക്ഷേ അവരെ പീഡിപ്പിക്കാൻ ദൈവം ആരെയും അനുവദിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. അടുത്തത് എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇസ്രായേൽ മക്കളെ തൻ്റെ അഭിഷക്തനെന്ന് സ്വർഗസ്ഥനായ ദൈവം ആദ്യം വിളിക്കുന്ന സംഭവമാണിത്. ഇസ്രായേൽ ദേശത്തെ സ്വർഗസ്ഥനായ ദൈവം വിളിക്കുന്നത് എൻ്റെ അഭിഷക്തനാണ്, എൻ്റെ അഭിഷക്തന്മാർ, അവരെ തൊടരുത്, അവരെൻ്റെ പ്രവാചകന്മാരാണ്. എൻ്റെ പ്രവാചകന്മാരെന്ന് ലോകത്തോട് അറിയിക്കേണ്ട ദൈവിക സന്ദേശങ്ങൾ മുഴുവനും
ഇവരിൽ കൂടെയാണ് ലോകത്തിന് കിട്ടേണ്ടത്. അതുകൊണ്ട് അവർക്കൊരു ദോഷവും ചെയ്യരുത്. ഇനി നമുക്ക് കഴിഞ്ഞ 4000 വർഷത്തെ ലോക ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇത് മനസ്സിലാക്കാതെ ആരൊക്കെ അവർക്കെതിരായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ, അവരെത്ര ശക്തരോ പ്രബലരോ ആയിരിക്കോട്ടെ, പിന്നെ അവർക്ക് ഈ ലോകത്ത് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. 2006 ഹിസ്ബുള്ള വാർ നടക്കുന്നത്. ഹിസ്ബുള്ള വാർ നടക്കുമ്പോൾ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം, ഹിസ്ബുള്ള വാർ നടക്കുമ്പോൾ ഞാൻ അന്ന് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾക്കൊരു മാഗസിൻ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു സിവിൽ സർവീസ്, ഒരു IAS ഓഫീസർ, VT രാജശേഖരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. In those days, he was a very, very popular author, writer, and a government officer. He was supposed to be one of the intellectual giants in India. അപ്പോൾ ഇദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ മാഗസിനകത്ത് ഈ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞ് എ ഷോർട്ട് കട്ട് ടു റിസൾവ് ദ പാലസ്റ്റീനിയൻ ഇഷ്യൂ എന്നൊരു ആർട്ടിക്കിൾ എഴുതി. അപ്പോൾ ഓഫീസിൽ എല്ലാവരും ഇത് വായിച്ചു. ഐ വാസ് ദ ലാസ്റ്റ് ടു റീഡ്. അപ്പം ഞാൻ ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട്, അപ്പം ആർട്ടിക്കിളിൻ്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്നത്, നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാം. ഇത് ചെയ്യുന്നറിയാമോ? ആകെപ്പാട് ഒരുപിടി ആളുകൾ, യഹൂദന്മാർ, ഇവരെ അവിടെ നിർത്തിയേ ഒക്കത്തുള്ള നിർബന്ധം ആർക്ക്? അമേരിക്കക്കാർ. എന്നാൽ അമേരിക്കക്കാർ 2-3 പത്തേമാർ കൊണ്ടുവന്നിട്ട് ഇതുങ്ങളെല്ലാം ഞുള്ളിപ്പറക്കി ഈ കപ്പലിനകത്തിട്ട് നേരെ അങ്ങ് കൊണ്ടുപോവുക. അമേരിക്കയിൽ ഇഷ്ടംപോലെ വസ്തു കിടക്കുകയില്ലയോ, ചുമ്മാ കിടക്കുകയില്ലയോ, അവിടെ കൊണ്ട് ഡംപ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതുങ്ങളെ ഇവിടുന്ന് പറിച്ച് അമേരിക്ക കൊണ്ട് ഡംപ് ചെയ്യുന്നതോടുകൂടി ലോകസമാധാനം നിലവിൽ വന്നു. VT രാജശേഖരൻ. അന്ന് എൻ്റെ ഓഫീസിൻ്റെ MD ഒരു ഇംഗ്ലീഷുകാരത്തെ സ്ത്രീയാണ്. അപ്പം എന്നോട് ഇവർ ചോദിച്ചു, ബാബു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ആർട്ടിക്കിൾ, ഈസൻറ്റ് ഇറ്റ് ഫാൻറ്റാസ്റ്റിക്? ഞാൻ പറഞ്ഞു, ഫാൻറ്റാസ്റ്റിക് നമുക്ക് കാണാം, ഇവൻ ഇനി അധികം നാൾ കാണത്തില്ലെന്ന് പറഞ്ഞു. ആരെ? ഈ VT രാജശേഖരൻ സാധനം ഇനി അധികം നാൾ കാണത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത്, ഇയാളെ സ്തംഭിച്ചു പോയി, കാലും കൈയെല്ലാം സ്തംഭിച്ച്, നാക്കെടുത്തൊരു വാക്ക് വർത്താനം പറയാൻ വയ്യാതെ എന്തോ ഒരു സ്ട്രോക്ക് വന്ന് ഇങ്ങനെ മാന്ന് പറഞ്ഞ് കിടക്കുക. എത്ര നാളങ്ങനെ കിടന്നു എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അയാളെ പറ്റി അന്വേഷിക്കാൻ പോയിട്ടുമില്ല. ഇങ്ങനെ കുറേ അധികം ആളുകളുടെ കഥ, ഉദാഹരണം എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയും. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? നമുക്ക് ഈ വിഷയത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നേ. നമുക്കറിയാവുന്ന വിഷയങ്ങളുണ്ടല്ലോ, വല്ല ചക്കക്കുരു ചേരണ്ടുന്നതോ ഉണക്കമീൻ കറി വെക്കുന്നതോ, അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുക. അപ്പോൾ ഉണക്കമീൻ എങ്ങനെ കറി വെക്കുന്നതാണെന്നതിനെ പറ്റി കുറേ യാതൊരു പണിയില്ലാത്ത പെണ്ണുങ്ങൾ അത് നോക്കി കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് കുറേ ലൈക്ക്, ഉണക്കമീൻ കറി വെക്കാൻ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ അത് കൊണ്ട് ചെയ്തിരുന്നു. വെറുതെ പോയി യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തിന് വിരോധമായി സംസാരിച്ചിട്ട് അടിമേടിച്ച് കെട്ടരുത്. അന്നാരും ഓടിയാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സോ ദാറ്റ് ഈസ് എ വാർണിംഗ് ദാറ്റ് യു ഹാവ് ടു ടേക്ക്. അതിനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളോട് ഞാൻ പ്രോ ജൂവിഷാണ്. ദൈവജനമായി ഇസ്രയേലിൻ്റെ അനുകൂലവാദിയാണ് ഞാൻ. അവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബിസി ആയതുകൊണ്ടാണ് അവർക്ക് അനുകൂലമായിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാത്തത്. ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ, അറിയാതെ പോലും നമ്മൾ ആ ജനത്തിനെതിരായിട്ടും അവരെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾക്കെതിരായിട്ടും സംസാരിച്ചിട്ട് വെറുതെ ദൈവം തമ്പുരാനിൽ തല്ല് മേടിച്ച് കെട്ടരുത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. The second thing I want to tell you is what is happening in the world stage now, today. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആദ്യം വായിച്ചത് കോട്ട് ചെയ്ത 2-ാം സങ്കീർത്തനത്തിൽ, ജാതികൾ കലഹിക്കുന്നു. 1. 2, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. എന്തോ വ്യർത്ഥമായി നിരൂപിക്കുന്നത്? തൻ്റെ ഈ കല്ലെടുത്ത മെഡിറ്ററേനിയൻ കടലിലോട്ട്
ഇട്ട് കഴിയുമ്പം ലോകസമാധാനം നിലവിൽ വന്നു കണ്ടല്ലോ. ആർക്കെതിരായിട്ട്? യഹോവയ്ക്കും തൻ്റെ അഭിഷക്തന് വിരോധമായി. ഈ ലാസ്റ്റ് 1 വീക്കിൽ ലോകത്ത് സംഭവിച്ച കാര്യം, ആദ്യം ജർമ്മനിയുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ. ഈ മാക്രോണാണ് ആദ്യം പറഞ്ഞത്, എന്ത്, ഞാൻ ഗാസയെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ പോവാണെന്ന്. ലോകത്തിൽ ഒരു സ്ഥലത്തെ ഒരു രാജ്യമായി അംഗീകരിക്കണമെങ്കിൽ അതിന് UN പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒന്നുപോലും ഗാസ ക്വാളിഫൈഡ് ആകുന്നില്ല. സോ ദേ കനോട്ട് ബിക്കം an independent nation according to the law of the United Nations organizations. ഇദ്ദേഹത്തിൻ്റെ പുറകെ അടുത്ത കക്ഷി കയറി വന്നു. ആരെന്നറിയാമോ? നമ്മുടെ കാനഡക്കാരൻ. ആ പുള്ളിക്ക് പിന്നെ വലിയ ബോധം പൊക്കണം ഇല്ലാത്തതുകൊണ്ട് എന്തോ പറയുന്നു, പുള്ളിക്ക് തന്നെ അറിയത്തില്ല. രണ്ടാമത്തെ, പക്ഷെ വലിയ രാജ്യമാണ്, വലിപ്പം കൊണ്ട് വലിയ രാജ്യമാണ്, റിച്ച് കൺട്രിയാണ്. അവരും പറഞ്ഞു, ഞങ്ങൾ ഗാസയെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ പോകുന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടെ പ്രഷറൈസ് ചെയ്തപ്പോൾ കാനഡയും പറഞ്ഞു, ഇനി എല്ലാവരും പോകുന്ന പിന്നെ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്രയായപ്പം ഞങ്ങൾ ബ്രിട്ടീഷുകാർ മാറിയിരിക്കും, ബ്രിട്ടീഷ് സിംഹം മാറിയിരിക്കും. നമ്മളിൽ ലോകം മുഴുവൻ ഭരിച്ചിരുന്നത്. അപ്പോൾ സിംഹം അടങ്ങാതിരിക്കാൻ പറ്റുമോ? ബ്രിട്ടീഷ് സിംഹവും കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗാസയാണ് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത്. ഗാസയാണ് അംഗീകരിക്കാൻ പോകുന്നത് പറയുമ്പോൾ അടുത്ത മാസം UN ജനറൽ അസംബ്ലി കൂടുകയാണ്. അടുത്ത മാസം UN ജനറൽ അസംബ്ലി കൂടുമ്പം ഇപ്പം മോർ ദാൻ 156 മെമ്പർ നേഷൻസ്, 156 മെമ്പർ നേഷൻസ് ഗാസയെ ഒരു ഇൻഡിപെൻഡൻസ് സ്വന്തം രാജ്യമായിട്ട് അംഗീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ഫുൾഫിൽഡ് ആകാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട പ്രവചന ഭാഗങ്ങളാണ്. എൻ്റെ താല്പര്യം പ്രവചന ഭാഗങ്ങളെ പറ്റി പറയുന്നതാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയ നിരൂപണങ്ങളേക്കാൾ എനിക്ക് താല്പര്യം പ്രവചന ഭാഗങ്ങളെ പറ്റി പറയുന്നതാണ്. അപ്പോൾ പ്രവചന ഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കോട്ട് ചെയ്തതായ 2-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് ഓടി വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്. വചനം കയ്യിലുള്ളവർക്ക് തുറന്ന് വായിക്കാം. ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നവർ ഹൃദയത്തിൽ തുറന്ന് വായിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. 1, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. നാം അവരുടെ കെട്ടുകളെ, ആരുടെ കെട്ടുകളെ? ഇസ്രയേലിൻ്റെ കണ്ടീഷൻസിനെ. ഇസ്രയേലിൻ്റെ കണ്ടീഷൻ അവരുടെ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയറുകൾ, അവരുടെ ബൗണ്ടറീസ് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് അവർ കെട്ടിച്ചിരിക്കുന്ന വേലി മുഴുവൻ പൊളിച്ചെടുത്തിട്ട് ഇവന്മാരെ ദൂരെ കളയുക കേട്ടോ, എറിഞ്ഞു കളയുക. അപ്പോൾ ഇനിയും ഇതാണ് ഇപ്പോൾ ലോകം മുഴുവൻ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച, വേൾഡിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഈ വായിച്ച 2-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യമാണ്. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ ഇനി അത് ഇപ്പോഴല്ല, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏതാ? നമ്മൾ സഖരിയാ പ്രവചനം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന 12-ാം അധ്യായത്തിൻ്റെ എൻഡ് വരെയും ഇത് നടന്നുകൊണ്ടിരിക്കും. അപ്പം ദൈവം എന്തോ ചെയ്യുക? സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഉപമ, നിങ്ങൾ ഒരു അനാലിസിസ് നിങ്ങൾ ഓർക്കുന്നില്ലയോ? പാണ്ഡ്യരോരുടെ മുമ്പിൽ തവള ഇങ്ങനെ മസിൽ പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അതാ പാണ്ഡ്യലോറി ഭയങ്കര ലൈറ്റൊക്കെ കൊടുക്കുമ്പോൾ തവളയുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഈ എന്നാ നിപ്പാന്നറിയാമോ?
ഓ, ഇപ്പം ലോറി തടഞ്ഞു നിർത്തി എൻ്റെ കാറ്റും കുത്തിവിട്ട് കളയെന്നുള്ള രീതിയിലാണ് തവള നിൽക്കുന്നത്. സ്വർഗത്തിൽ വസിക്കും ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഒരു പരിഭ്രമപാത്രമാക്കി വയ്ക്കും. പരിഭ്രമപാത്രമാക്കി വെക്കും, അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വത സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അവിടെ മൈ കിങ് എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ ഇരുന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ ഇരുന്ന്? ഇപ്പോൾ അൽ-അക്സ മോസ്ക് നിൽക്കുന്ന ഇടത്ത് ഇരുന്ന്, അവിടെ ഇരുന്ന് ഈ ഭൂമിയെ മുഴുവൻ ഭരിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ഇവർ ഈ മോസ്ക് പണിയുന്നതിന് എത്രായിരം വർഷം മുമ്പ് തൻ്റെ പ്രവാചകനെ കൊണ്ട് തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞു. അതേ സംഭവിക്കത്തുള്ളൂ. അതിനിടയ്ക്ക് ആരൊക്കെ എന്തോ പണിതാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ലെന്നതിനുള്ള തെളിവായിട്ട് ദാ ഈ 3 ദിവസം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേൽ മന്ത്രി കേട്ടോ കുറച്ച് പട്ടാളക്കാരുമായിട്ട് നേരെ നടന്ന് അതിനകത്തോളം കയറി. അതിനകത്ത് കയറിയിട്ട് യഹൂദ മര്യാദ പ്രകാരമുള്ള പ്രാർത്ഥന നടത്തിയപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ ലോകം മുഴുവൻ കരിച്ചു കളയെന്ന് പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു. എന്നിട്ട് എന്തോ നടന്നു? നോ കോക്കനട്ട് വോക്ക്ഡ്. ഒന്നും നടന്നില്ല. ഇനി നോക്കണം, ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ അറിയിച്ചത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞാണ്. സോ ദിസ് ഈസ് മൈ ഡിസിഷൻ. ഞാനൊരു നിർണയം പ്രസ്താവിക്കാൻ പോവാ. ദിസ് ഈസ് മൈ ഡിസിഷൻ. ദാറ്റ് മീൻസ് ദ മഷിയാക്ക് വിൽ കം. ദ മഷിയാക്ക് വിൽ കം. മഷിയ വരും. മഷിയ ഈ സ്ഥലത്ത് തൻ്റെ സിംഹാസനം വയ്ക്കും. തൻ്റെ ആലയം പണിയും, തൻ്റെ സിംഹാസനം വയ്ക്കും. അവിടെ ഇരുന്ന് സർവ്വലോകത്തെയും ഭരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഇന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ തുടർന്ന് പഠിപ്പിക്കുന്നതുകൊണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ പറയും. എവറി വൺ ഓഫ് ദോസ് ഡീറ്റെയിൽസ് വി ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ്. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, 156 രാജ്യങ്ങൾ. അതിൽ പ്രബലന്മാരായിട്ട് ആരൊക്കെ? ഈ ബ്രിട്ടനും പിന്നെ കാനഡയും ഓസ്ട്രേലിയയും ഫ്രാൻസും, ഇനി അധികം താമസിക്കാതെ ചൈനയും, ഇനി അധികം താമസിക്കാതെ മോസ്റ്റ് പ്രോബബ്ലി റഷ്യയും, ഇവരുടെ കൂടെ കുടുംബം അവർ മഹാശക്തിയായി കഴിഞ്ഞു. ഹവർ ഇതുവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ തീരുമാനം ശക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നടക്കത്തില്ല, ഈ പരിപാടിക്ക് ഞങ്ങളില്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. വെൽ, ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ദൈവമക്കൾ എന്ന നിലയ്ക്ക് അമേരിക്കയുടെ പല തീരുമാനങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും ദിസ് ഈസ് എ ഫെയർ ഡിസിഷൻ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി പറയാൻ പോവാണ്. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ കല്ല് ഇളക്കാൻ, ഏത് കല്ല്? ഇസ്രായേൽ എന്ന ആ കല്ല് അവിടുന്ന് ഇളക്കുന്നതിന് ആര് ശ്രമിച്ചാലും this stone is going to be so heavy or too heavy to be lifted. Too heavy to be lifted. ആർക്കും അത് ഇളക്കാൻ കഴിയാത്ത രീതിയിൽ അതൊരു ഭയങ്കര ഭാരമുള്ള കല്ലായിട്ട് മാറും. എങ്ങനെ നമ്മൾക്കത് മനസ്സിലാക്കാം? നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ കാര്യം, ഈ കല്ല് അവിടെ വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയത് മാനുഷികമായി ചിന്തിച്ചാൽ ലോക ചരിത്രത്തിൽ
ദാറ്റ് മീൻസ് ഇപ്പം നമുക്കൊരു 6000 ഇയേഴ്സ് വേൾഡ് ഹിസ്റ്ററി നമുക്ക് എടുക്കാം. 6000 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റിട്ടേൺ ഹിസ്റ്ററി ശരിക്കും റിട്ടേൺ ഹിസ്റ്ററി ലോകത്തിൻ്റെ ഒരു 4000 ഇയേഴ്സ് ക്ലിയർ ആയത് കിട്ടത്തുള്ളൂ. ബാക്കി നമുക്ക് അനുമാനിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് അനുമാനിക്കാം. ഇത്രയും ഹിസ്റ്ററി പഠിച്ചാൽ ഇസ്രയേൽ എന്ന രാജ്യത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് they are a cenotaph of the miracle works of the Lord God. സ്വർഗസ്ഥനായ ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എന്താ അതിൻ്റെ തെളിവ്? they are the cenotaph of the miracle works of the Lord God. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ സെനറ്റാഫ് എന്ന് പറഞ്ഞാൽ സ്മാരകം. അതിൻ്റെ സ്മാരകമാണ് ഇസ്രയേൽ. സോ ഇസ്രയേൽ ഈസ് ദ സെനറ്റാഫ് ഓഫ് ദി മിറക്കിൾ വർക്ക്സ് ഓഫ് ദ ലോർഡ്. ആ സെനറ്റാഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് നമ്മൾ തന്നെ നോക്കിയിട്ട് വേണം ഇനി ഇവന്മാരെല്ലാം കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ലെന്ന് തീരുമാനിക്കാൻ. നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തുമ്പോൾ the last miracle and that can be counted as the first miracle എന്തായിരുന്നു അറിയാമോ? that is the reinstating of Israel as a nation. ഇസ്രയേൽ എന്ന രാജ്യം വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീണ്ടും ഉണ്ടാകുന്നു പറയുമ്പോൾ 1900 ഇയേഴ്സ് അവർക്ക് ആ രാജ്യമില്ല. 1900 ഇയേഴ്സ് അവർക്ക് ആ രാജ്യമില്ല. 1900 ഇയേഴ്സ് ലോകം മുഴുവൻ ഫിജിറ്റീവ്സ് ആയിട്ട്, അഭയാർത്ഥികളായിട്ട് അലഞ്ഞു നടന്ന ഈ ആളുകൾ എങ്ങനെയാണ് തിരിച്ചവിടെ വന്നത്? ഒരു രാജ്യമായി മാറിയത്. തിരിച്ചവിടെ വന്ന് ഒരു രാജ്യമായി മാറിയത് എങ്ങനെയാണ്? ഇതിനകത്ത് നമുക്ക് യഹൂദന്മാരോട് ചോദിച്ചാൽ അവരുടെ ഭാഗം ന്യായീകരിച്ച് ഒരു ചെറിയ കാര്യം പറയും. അവരുടെ ഭാഗം ന്യായീകരിച്ച് അവരുടെ ന്യായീകരണം കേട്ടോണേ. അവർ പറയും, ഞങ്ങൾ ലോകം മുഴുവൻ ചിതറിപ്പോയിട്ടും ദൈവം ഞങ്ങൾക്ക് ന്യായപ്രമാണം ഞങ്ങൾ മുറുകെ പിടിച്ചിരുന്നു. ന്യായപ്രമാണം മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് അവർ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ 1, we stayed connected to the language. ഒഫീഷ്യൽ പർപ്പസസിനും ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനും ആക്കഡമിക് പർപ്പസസിനും ബിസിനസ് പർപ്പസസിനും എല്ലാവർക്കും മറ്റ് ഭാഷകൾ പഠിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഗ്രീക്ക്, ജർമ്മൻ, പിന്നെ ഇംഗ്ലീഷ്, ലോകത്തുള്ള എല്ലാ ഭാഷകളും അവർക്ക് പഠിക്കേണ്ടി വന്നു. കാരണം അവരുടെ ലാംഗ്വേജിന് റിലവൻസോ എക്സിസ്റ്റൻസോ ഇല്ല. ശ്രദ്ധിച്ചോണം, ഹീബ്രു ലാംഗ്വേജിന് റിലവൻസുമില്ല, എക്സിസ്റ്റൻസുമില്ല. അതിന് റിലവൻസുമില്ല, എക്സിസ്റ്റൻസുമില്ല. എന്നിട്ടും they stayed connected to the language, thinking that language had been given to them as an inheritance by the Lord God himself. ദൈവം അവർക്ക് ഒരു ശാശ്വത അവകാശമായിട്ട് കൊടുത്തതാണ് ഈ ഭാഷ എന്ന പ്രതീക്ഷയിൽ they stayed connected. എങ്ങനെയെന്നറിയാമോ? അവരുടെ പോയിടത്തെല്ലാം അവരുടെ കയ്യിൽ തോറ ഉണ്ടായിരുന്നു. എല്ലാ ശബത്തിനും അവർ തോറ വായിച്ച മക്കളെ കേൾപ്പിക്കും ഒറിജിനൽ ലാംഗ്വേജിൽ. അപ്പം they stayed connected to the language. And the second thing എന്ന് പറയുന്നത്, wherever they went, they observed the Sabbath. അവർ പോയിടത്തെല്ലാം അവർ ശബത്ത് ലംഘിക്കാതിരുന്നു. കാരണം അവർക്ക് ദൈവം കൊടുത്ത പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നായിരുന്നു ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. അപ്പം ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഞാൻ നിങ്ങളോട് പറയാം. ആളുകൾ ഇപ്പം ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ആരാധന നടത്തേണ്ടത് ശബത്തിലില്ലയോ എന്ന്. അങ്ങനെ കൂട്ടർ അമേരിക്ക നിലവിൽ നമ്മൾ ഈ ശാബത്തുകാരെന്നൊക്കെ ഞങ്ങൾ കേരളത്തിൽ പറയുന്നത് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്ന് പറയും. സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടർ അമേരിക്കയിൽ നിലവിൽ വരുന്നത് വരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൈവസഭ ആരാധനയ്ക്ക് കൂടി വന്നിരുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. Then what is the significance of Sabbath? Sabbath was given not to the world as a whole to observe, but to the Jewish people. യഹൂദന്മാർക്ക് ഒബ്സർവ് ചെയ്യാൻ കൊടുത്ത അവരുടെ
നിയമങ്ങളിലൊന്നായിരുന്നു ശബത്ത്. So first they stayed connected to their language. Second, they observed the Sabbath. Third, wherever they went, they observed what is called circumcision. അവർ പോയിടത്തൊക്കെ സർക്കംസിഷനെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. നാലാമത്തെ കാര്യം, they observed the kosher food. ഈ 4 കാര്യങ്ങൾ മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത്തെ against all odds, God plucked them out from 100 nations in the world. ശ്രദ്ധിച്ചോണം, ലോകത്തിൽ 100 രാജ്യങ്ങളിൽ നിന്ന് ദൈവം അവരെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് ഈ വാഗ്ദത്ത നാട്ടിൽ കൊണ്ട് നട്ടു. ഇതെങ്ങനെ ഒരു രാജ്യം ഇങ്ങനെ ഉണ്ടായത്? അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചു നിന്ന ആരബ് ജനറൽസിനോട് ചോദിച്ചാൽ അവർ പറയും, വെൽ വി കാണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ഇൻ്റർനാഷണൽ ഒബ്സർവേഴ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ ഒബ്സർവേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇസ്രായേലിനോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾക്കിത് ഭവിച്ചത്? വെൽ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ അവരവരുടെ മെറിറ്റിലേക്ക് പറയുമെങ്കിലും അവർ പറയും, വെൽ ദിസ് ഈസ് അബ്സല്യൂട്ട്ലി അമേസിങ്. പക്ഷെങ്കിൽ 2500 years ago, കേട്ടോ, Prophet Zechariah had seen it. Israel would become a cup of trembling that would make their enemies act irrationally. പറഞ്ഞത്, ഇസ്രയേൽ ഒരു പരിഭ്രമ പാത്രമായിട്ട് ആ ദേശത്ത് വരികയും അതേ കയറി ആര് പിടിച്ചാലും അവൻ്റെ വെളിവ് നഷ്ടപ്പെടുകയും ചെയ്യും. And that's exactly happened. The Arab armies, which should have coordinated their attacks, ended up fighting among themselves. ശ്രദ്ധിച്ചാണ്, പരിഭ്രമ പാത്രം എന്ന വിഷയം ഞാൻ ക്ലിയറായിട്ട് പറയാൻ പോവാ. 6 അറബ് സൈന്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് എപ്പോഴൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് ഈ കഴിഞ്ഞ 70 വർഷം വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവർ ഒരു വഴിയായി വന്നു 7 വഴിയായി മടങ്ങിപ്പോകുന്ന പറഞ്ഞിരിക്കുന്ന പ്രവചനം അതുപോലെ ദൈവം നിവർത്തിച്ചങ്ങ് കാണിച്ചെന്ന്. മനസ്സിലായോ? ഒരു വഴിയായി വരും, തിരിച്ച് 7 വഴിയായിട്ട് മടങ്ങിപ്പോവും. എന്താ 7 വഴിയായിട്ട് മടങ്ങിപ്പോകാൻ കാരണം? ഇങ്ങോട്ട് വരുമ്പോൾ നല്ല യൂണിറ്റി ആയിരുന്നു. ഈ യൂണിറ്റി എവിടെ പോയി? ഈ കപ്പയെ കയറി പിടിച്ചപ്പോൾ അവൻ്റെ തലയ്ക്ക് വെളിവ് പോയി. അതാ സംഭവിച്ചത്. That's what happened. ഇനി military decisions that should have been obvious became confused. അടുത്ത പരിപാടി, മിലിറ്ററി ഡിസിഷൻസ് ഉണ്ടല്ലോ, ഇന്ന സ്ട്രാറ്റജിക് പോയിന്റ്സ് നമുക്ക് ആക്രമിക്കണം, ഇന്ന സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വളരെ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത മിലിറ്ററി ഡിസിഷൻസൊക്കെ കൺഫ്യൂസിങ് ആയിപ്പോയി. കമാൻഡേഴ്സ് who should have worked together distrusted each other. ഇപ്പം ഒരു 10-12 രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പം അവരുടെ കമാൻഡേഴ്സ് ഉണ്ടല്ലോ, മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർ ഇന്ന രീതി നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ധാരണയിലാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഈ ധാരണ എല്ലാവർക്കും അങ്ങ് പോയി. അപ്പം the war of independence was just the beginning, because the pattern will repeat again and again over the next 7 decades. അപ്പം ഇസ്രയേൽ ഫോം ചെയ്യപ്പെടുന്നപ്പം ഉണ്ടായ യുദ്ധമുണ്ടല്ലോ, അതേ പാറ്റേൺ, ദ സെയിം പാറ്റേൺ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. 1967 6 days വാറിൽ ഇസ്രയേലിനെ ആരൊക്കെ ആക്രമിക്കുമെന്നറിയാമോ? ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ഇറാഖ്, ലെബനോൻ, സൗദി അറേബ്യ, സുഡാൻ, ടുണേഷ്യ, മൊറോക്കോ, അൾജീരിയ. ഇത്തരം കക്ഷികൾ ഒരു രാജ്യത്ത് നേരിട്ട് വന്നിരിക്കുക. എത്രയുണ്ട്? ഇച്ചിരി ഉള്ള ഒരു വാൽമാക്കരെ പോലിരിക്കുന്നുണ്ട്. എ കോയലീഷൻ ഓഫ് 11 അറബ് കൺട്രീസ് അഗൻസ്റ്റ് 1. 11 അറബ് കൺട്രീസ് ഒരു രാജ്യത്തിനെതിരായിട്ട്. റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ വൺ സോ ഡിസൈസീവ്ലി that they captured territories 3 times larger than the original country in 6 days. 6 ദിവസം കൊണ്ട് 11 പേർക്കെതിരായിട്ട് യുദ്ധം ചെയ്തിട്ട് ഒറിജിനലി ഇസ്രായേലിന് എന്തുമാത്രം ടെറിട്ടറി ഉണ്ടായിരുന്നു
അതിൻ്റെ 3 ഇരട്ടി ടെറിട്ടറി അവർ നേടിയെടുത്തു. ഇനി നമ്മൾ 1973 യോം കിപ്പോർ വാറിലേക്ക് വരുമ്പം എന്നാണ് ഈ ഇയാള് ഈജിപ്തിൻ്റെ ഭരണാധികാരി ഇസ്രയേലിനെ ഇല്ലാതാക്കുമെന്ന് വിചാരിച്ചത്. ഒരു ന്യൂക്ലിയർ വാർ ഇല്ലാതെ തങ്ങൾ ജയിക്കുമോ എന്ന് ഇസ്രയേലിന് പോലും എന്നറിയത്തില്ലായിരുന്നു. കാരണം എന്നറിയാമോ? ഗോലൻ ഹൈറ്റ്സ് മുഴുവൻ സിറിയയുടെ ഫോഴ്സ് വന്നിറഞ്ഞു. അപ്പോൾ ഗോലൻ ഹൈറ്റ്സ് മുഴുവൻ സിറിയൻ ഫോഴ്സ് നിറഞ്ഞു നിൽക്കുമ്പം ദി അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻഡ് എന്നറിയാമോ? ഇസ്രയേൽ നോട്ട് ഓൺലി റിക്കവേർഡ് ബട്ട് എൻറ്റർഡ് പൊസിഷൻസ് ടു മാർച്ച് ഓൺ കെയ്റോ ആൻഡ് ഡമാസ്കസ്. 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം ഉണ്ടാകുന്നത്. ഒന്ന് ഡമാസ്കസ് നോർത്തിൽ സിറിയയിൽ നിന്ന്, 2 സൗത്തിൽ ഈജിപ്തിൽ നിന്ന്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയും ഇനിയും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസും ഇസ്രയേൽ പിടിക്കുന്ന അത്രത്തോളം എത്തി. എവറി ടൈം ഇറ്റ് സീംഡ് ദാറ്റ് ഇസ്രയേൽ വുഡ് ഫൈനലി ബി ഡിഫീറ്റഡ്. ശ്രദ്ധിച്ചോണേ, ഇതിനാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇസ്രയേൽ ഇപ്പോൾ തോക്കും, ഇപ്പോൾ തോക്കുമെന്ന് എല്ലാവരും കൊണ്ട് പറഞ്ഞു വെക്കുകയും ആരും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം സംഭവിക്കും. സംതിങ് ദാറ്റ് ഡിഫൈഡ് മിലിറ്ററി ലോജിക്. ഇന്ന് വരെ മിലിറ്ററി ലോജിക്കിന് അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, മിലിറ്ററി ലോജിക്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ? വിൽസൺ പാസ്റ്ററെ, ഇവരൊക്കെ ഇവിടെ ഉണ്ടോ? പാസ്റ്റർക്ക് അറിയാം, ആരെങ്കിലും കാണുന്നുണ്ടോ? എല്ലാരും ഉണ്ട് പാസ്റ്ററെ, എല്ലാരും ഓ, ഉണ്ട്. ഞാൻ വിചാരിച്ചു പാസ്റ്റർ നിർത്തിയിട്ട് പോയെന്ന്. ഓനോ അങ്ങനെ അങ്ങനെ പാവുന്ന സബ്ജക്റ്റ് അല്ലല്ലോ. അങ്ങനെ പോക്കളയരുത്, കാരണം ഇത് അറിയാതെ പോകരുത്. കേട്ടോണം, ഇസ്രയേലിന് എന്ത് സംഭവിക്കുമെന്ന് ആരെന്ത് കണക്ക് കൂട്ടിയാലും കഴിഞ്ഞ 70 വർഷമായി ആ കണക്ക് കൂട്ടൽ മുഴുവൻ തെറ്റിയിട്ടുണ്ട്. അത് മുഴുവൻ തെറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? ദ എനിമി വുഡ് കമ്മിറ്റ് ഇൻഎക്സ്പ്ലിക്കബിൾ മിസ്റ്റേക്സ്. എന്തുകൊണ്ട് ഈ മണ്ടത്തരം തങ്ങൾ കാണിച്ചു വെച്ചെന്ന് അവർക്ക് പോലും മനസ്സിലാകാത്ത മണ്ടത്തരങ്ങൾ ഇസ്രയേലിൻ്റെ ശത്രുക്കൾ കാണിച്ചു വെക്കും. എന്തുകൊണ്ട് അവരെങ്ങനെ കാണിച്ചു വെക്കുന്നത്? അങ്ങനെ സംഭവിക്കുമെന്നാണ് സെക്കരിയാവ് പ്രവചിച്ചത്. Now let us talk about something that will really make you think. കേട്ടോ, നോക്കിക്കോണം. The world's obsession with Israel is normal. ഇസ്രയേലിനെതിരായിട്ടുള്ള ലോകത്തിൻ്റെ കണ്ണുകടി, അങ്ങനെ പറയാൻ ശരി കേട്ടോ. ചൊറിച്ചിലെന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടെ ഏക്കുന്ന വാക്കാണ്. അത് നോർമലായി ചിന്തിക്കരുത്. ഇറ്റ്സ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് പ്രപ്പോർഷണൽ. മിസ്പ്രപ്പോർഷണലാണ് ഇസ്രയേലിനെതിരായിട്ടുള്ള ലോകത്തിൻ്റെ നീക്കം. ഞാൻ പറഞ്ഞില്ല, ഇസ്രയേൽ എന്ന് പറയുന്നത് ആകെ 20,000 കിലോമീറ്റർ ഉള്ളൂ ഈ നാടെന്ന് പറയുന്നത്. അപ്പം ടു ഗിവ് യു ആൻ ഐഡിയ, ദാറ്റ് ഈസ് സ്മോളർ ദാൻ ന്യൂ ജേഴ്സി. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയൊക്കെ ചെറുതാ. ആകെ പോപ്പുലേഷൻ 9 മില്യൺ പീപ്പിൾ. ഇസ്രയേലിൻ്റെ ആകെ പോപ്പുലേഷൻ 9 മില്യൺ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 0.12% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഉള്ള അത്രയും പറയാൻ. അവരുടെ ആകെയുള്ളവരുടെ ലാൻഡ് 0.1% ആണ്. എന്നിട്ടും do you know how many resolutions the United Nations has passed condemning Israel since 1945? 1945 മുതൽ ഇന്ന് വരെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവരുടെ നിയമങ്ങൾ പാസ്സാക്കിയത് ഇസ്രയേലിനെതിരായിട്ടാണ്. എന്തെങ്കിലും പിടികിട്ടിയോ? പിടികിട്ടി. യഹോവയ്ക്കും തൻ്റെ അഭിഷേകത്തിന് വിരോധമായി.
ഭൂമിയിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി അമ്മൊരു നിയമം പാസ്സാക്കുക. എനിക്ക് ചിലപ്പം ചിരി വരും കേട്ടോ. നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യണേ. ഇസ്രായേലിനായിട്ട് ഓരോരുത്തന്മാരും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അവരുടെ ആ പറയുന്നവൻ്റെ മുഖത്ത് ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പം ബ്രിട്ടനിലൊരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഒരു ലാമി എന്ന പേര്. ഈ പുള്ളി ഇസ്രായേലിനെതിരെയുള്ള ഉപരോധം പ്രഖ്യാപിക്കുക. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കി, ഇതെന്തുവായി ജീവി നിൽക്കുന്നതെന്ന്. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ്റെ ലുക്ക് കിട്ടത്തില്ലയോ? കാണുമ്പോൾ ഒരു മനുഷ്യൻ തോന്നത്തില്ലയോ? ഇസ്രായേലിനെതിരെ സംസാരിക്കുമ്പം ഇവന്മാരുടെ ലുക്കും അപ്പിയറൻസും കണ്ട് ഒരു കഴുതയാന്ന് തോന്നും. സത്യം. ഇസ്രായേലിനെതിരായിട്ട് 8 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തട്ടിക്കളയെന്നും പറഞ്ഞ് ഒരു എഴുന്നേറ്റ് പറയാണ്. അതെ, ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ കേട്ടോ. 8 ആഴ്ച ഏത് ഇസ്രായേലിന് അവധി കൊടുത്തിരിക്കുക. ആര്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ മുമ്പേ പറഞ്ഞ് പാണ്ടിലോറിക്ക് അള്ള വെക്കാൻ വന്നിരിക്കുകയാണ്. ചൊറിയമാതിരി പിടിച്ച് നിൽക്കുകയാണ്. 8 ആഴ്ച 8 ആഴ്ച കൊണ്ട് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ കാണിച്ചത്. ഈ പുള്ളി മസിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടോണ്ട് എൻ്റെ ദൈവമേ, കളിയാക്കാത്ത ഒരു ഒറ്റ മീഡിയ മാൻ ഈ ബ്രിട്ടനിലില്ല. അന്നിപ്പം നിങ്ങൾ നോക്കണം. അതായത് പാർലമെൻറ്റിലൊക്കെ പുള്ളി സംസാരിക്കാൻ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനെ പോലെ. പക്ഷേ യഹോവയുടെ അഭിഷേകത്തിനെതിരായിട്ട് സംസാരിക്കാൻ വാ തുറക്കുമ്പം തന്നെ ആ മനുഷ്യനൊരു മന്ദബുദ്ധിയായിട്ട് അങ്ങ് മാറുക. വാ തുറക്കുമ്പം നിങ്ങൾ ഇനി വേൾഡ് ന്യൂസ് കാണുന്നുണ്ട്, ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം. എല്ലാ മനുഷ്യരിലും ഒരു മാനുഷിക പ്രഭയുണ്ടല്ലോ, ഒരു കരിസ്മയുണ്ടല്ലോ എല്ലാ മനുഷ്യനും. ആ കരിസ്മ പോലും നഷ്ടപ്പെടുക. ആ കരിസ്മ പോലും നഷ്ടപ്പെടുക. 1945 മുതൽ എത്ര പ്രാവശ്യമാണ് പ്രമേയം പാസ്സാക്കിയത്? എത്ര പ്രാവശ്യം പാസ്സായെന്നറിയാമോ? 500-ലധികം പ്രമേയം. യുണൈറ്റഡ് നേഷൻസ് ആർക്കെതിരായിട്ട്? യഹോവയ്ക്കും തൻ്റെ അഭിഷേകത്തിനും വിരോധമായി 500 പ്രമേയം പാസ്സാക്കി. എന്നിട്ട് അതിൻ്റെ ഗുണമുണ്ടായോ? നോക്കിക്കോണം. ലോകത്തിലെ ഏറ്റവും ഭീകര രാജ്യങ്ങളെന്ന് പറയുന്ന ചൈനയ്ക്കെതിരായിട്ടും നോർത്ത് കൊറിയക്കെതിരായിട്ടും ഒന്നും ഈ പ്രോബ്ലം ഇല്ല. ഇന്നും പച്ച മനുഷ്യൻ്റെ കാലും കൈയും തലയും വെട്ടുന്ന സൗദി അറേബ്യ ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ ഇവർക്ക് പ്രോബ്ലം മുഴുവൻ ആർക്കെതിരായിട്ടാണ്? യഹോവയ്ക്കും തൻ്റെ അഭിഷക്തനും വിരോധമായിട്ട്. It is the only one country in the world that has its own permanent agenda. UN എപ്പോൾ കൂടിയാലും അജണ്ടയിൽ 7ാമത്തെ ഐറ്റം എന്ന് പറയുന്നുണ്ട്. 7ാമത്തെ ഐറ്റം എന്നറിയാമോ? ഇസ്രായേലിനെതിരായിട്ടൊരു പുതിയ പ്രമേയം പാസ്സാക്കുക. 193 രാജ്യങ്ങൾ, 193 മെമ്പേഴ്സാണ് UN എന്നുള്ളത്. അതിൽ ഭൂരിപക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്നറിയാമോ? ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കുക. എല്ലാ പ്രാവശ്യവും. അതിലതൊരു കുഴപ്പമില്ല. ഞാനത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. In universities around the world, there is a movement called BDS, Boycott, Divestment and Sanctions, directed specially against Israel. BDS, Boycott, Divestment and Sanctions. കേട്ടല്ലോ? ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യുക, അവർക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും വേൾഡ് നമ്പർ 1 എന്ന് പറഞ്ഞിരുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അന്ന് നടക്കുന്ന എന്താ? എല്ലാവരുടെയും ഡിസ്കഷനാ. എന്തോ ഡിസ്കഷൻ? ഇസ്രായേലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുക. ചൈനയ്ക്കെതിരായിട്ട് അവർക്കൊന്നും പാസ്സാക്കണ്ട, ഇറാനെതിരായിട്ട് പാസ്സാക്കണ്ട, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇനിയും യാതൊരു ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂ ഇല്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്, അവർക്കായിട്ടൊന്നും DBS ഇല്ല.
Israel receives more negative coverage than any other country in the world. ലോകത്തിലെ മറ്റേത് രാജ്യങ്ങൾ കിട്ടുന്നതിനെക്കാട്ടിൽ അധികം നെഗറ്റീവ് കവറേജ് വേൾഡ് മീഡിയ മുഴുവനും. ലോകത്തിലൊരു പക്ഷേ മീഡിയ വേൾഡിൽ നമ്പർ 1 ആയിരുന്നു BBC. വൺസ് അപ്പോൺ എ ടൈം നമ്പർ 1 ആയിരുന്നു. അത് കഴിഞ്ഞാലായിരുന്നു നമ്മുടെ ഈ CNN വേൾഡ് ന്യൂസ്. ഇന്ന് BBC ന്യൂസ് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം BBC ഒറ്റ ന്യൂസ് 24 മണിക്കൂറും പറയാനുള്ളൂ. അതെന്നറിയാമോ? ഇസ്രയേലിനെ ചീത്ത പറയാം. ഇസ്രയേലിനെ ചീത്ത പറയുന്നതിന് മാത്രം ഒരു മീഡിയ നിലവിലുള്ളൂ. അതെനിക്കറിയാമോ? അൽ ജസീറ. അതിനൊറ്റ കാര്യമുള്ളൂ, ഇസ്രയേലിനെ ചീത്ത പറയാം. എന്നിട്ട് ഇവരൊക്കെ എവിടെ എത്തി? ഇവരൊക്കെ എവിടെ എത്തിയെന്നല്ല ഞാൻ പറയാൻ പോവാണ്. ഇവർക്ക് ആർക്കും പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. Israel receives more negative media attention than the next 20 countries combined. ഇസ്രയേലിന് ചുറ്റുമുള്ള 20 രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്കെതിരായിട്ടുള്ളതിനേക്കാട്ടിൽ നെഗറ്റീവ് മീഡിയ റിപ്പോർട്ട് ഇസ്രയേലിനെതിരായിട്ടാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? How do you explain this irrational obsession with a country that is smaller than most American states? ഇത്രയും ചെറിയ രാജ്യത്തിനെതിരായിട്ട് എന്തുകൊണ്ട് ഇത്രയും അധികം മീഡിയയുടെ നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നു? സക്കറിയ 12:2. Behold, I'll make Jerusalem a cup of drunkenness to all the surrounding groups. അതിനെതിരായിട്ടുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഞാൻ ഇസ്രയേലിനെ പരിഭ്രമ പാത്രമായി വയ്ക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്താ പരിഭ്രമാസം എന്ന്. ഈ ഇതൊക്കെ പിടിച്ചാൽ ഇവൻ്റെ ബോധം പോവും. മനസ്സിലായി? ഇവൻ പിന്നെ വെളിവുകളല്ലാതെ വെളിവുള്ള ഒരൊറ്റ കാര്യം ഒരുത്തിനും പറയാൻ പറ്റത്തില്ല. ദാറ്റ് എക്സാക്ട്ലി വാട്ട് വി സീ ടുഡേ. Countries that should be concerned about their own massive human rights problems are obsessed with Israel. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഒരുത്തൻ്റെ കണ്ണിൽ കോല് കിടക്കുക, എൻ്റെ ഭാഷ പറഞ്ഞ പലക കിടക്കുക. ഇപ്പം മൈക്രോസ്കോപ്പ് കൊണ്ട് നടക്കുക. എന്തിന്? മറ്റുള്ളവർ എൻ്റെ കരട്, നീ നിൽക്കണം എൻ്റെ കരട് എടുത്തു തരാമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പച്ച മനുഷ്യനെ പിടിച്ച് പബ്ലിക്കിൽ നിർത്തി കയ്യും കാലും തലയും വെത്തുന്ന സൗദി അറേബ്യ. ഇരുന്ന് പ്രമേയം പാസ്സാക്കുക. ആർക്കെതിരായിട്ട്? ഇസ്രയേലിനെതിരായിട്ട്. നിങ്ങൾക്കറിയാവുന്ന എൻ്റെ വിശ്വാസം, അറിയാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രവും സ്വർണവും ബാക്കി പ്രഷ്യസ് പേൾസും കട്ട് ചെയ്തെടുക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. സഹസ്രാബ്ദത്തോളം ഖനനമുള്ള വജ്രവും സ്വർണവും വെള്ളിയും ഇതുപോലുള്ള ഖനനമുള്ള വേറെ ഒരു രാജ്യവും ലോകത്തില്ല. അത്രയും അധികമാണ് അവിടെ ആഭരണങ്ങളുടെ സുലഭതയും ഇഷ്ടം പോലാണ്. കാര്യം എനിക്ക് നല്ല കോണ്ടാക്റ്റുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവിടുന്ന് വരുന്ന എൻ്റെ സ്നേഹിതർ പറയാറുണ്ട്, അവിടുത്തെ വീടും ജയിലും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? വീടും ജയിലും. കാര്യം ജയിലഴികളെക്കാട്ടിൽ ഭയങ്കരമാണ് വീടിൻ്റെ ജനലുകളും കാര്യങ്ങളുമൊക്കെ. ഏറ്റവും എക്സ്പെൻസീവ് കാറുള്ള ആർക്കാണെന്നറിയാമോ? സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർക്കാണ്. പക്ഷെ എല്ലാവരും എങ്ങനെ പോകുന്നറിയാമോ? ഒന്നീ സൈക്കിളിൽ, അല്ലെങ്കിൽ നടന്ന്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. ഈ എക്സ്പെൻസീവ് ആ കാർ ഇവിടെ കിടക്കുക, ഈ ഗാരാജ് എന്ന് പറയാൻ പറ്റത്തില്ല, വേറൊരു ജയിലിനകത്ത് പൂട്ടിയിട്ടിരിക്കുക. കാര്യം എന്നറിയാമോ? ഈ കാർ എടുത്തുകൊണ്ട് എന്നാ എങ്ങോട്ടൊന്ന് പോകാമെന്നുണ്ടെങ്കിൽ വഴിക്ക് വെച്ച് പൗരന്മാർ തടഞ്ഞു നിർത്തും, നമ്മളെ ഇറക്കി വിടും, കീ ഇങ്ങ് മേടിക്കും, അവർ കണ്ടു പോകും. എന്തോ എക്സ്പെൻസീവായ വജ്രങ്ങളാണ് പെണ്ണുങ്ങളെ മേടിച്ച് വെച്ചിരിക്കുന്നത് അറിയാമോ? അതെങ്ങാനും ചെവിയെ കെട്ടിക്കൊണ്ട് പോയാൽ ആ ചെവി കൊണ്ട് തിരിച്ചു വരാൻ ഒക്കത്തില്ല. വിരളെല്ലാം മോതിരം ഇട്ടുകൊണ്ട് പോയെങ്കിൽ ആ വിരലും കൊണ്ട് തിരിച്ചു വരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഒരു രാജ്യത്തെ ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസ്? രാജ്യത്തെ ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ നേതാവ് ഈ കഴിഞ്ഞ വർഷം
സെക്യൂരിറ്റി കൗൺസിൽ എഴുന്നേറ്റ് ഇസ്രയേലിനെതിരായിട്ട് പ്രമേയം അങ്ങ് വായിച്ചു. എന്താ പ്രമേയം എന്നറിയാമോ? മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ എന്നാ ഒരു ഉദാഹരണം പറയാം. ഒരു കുറുക്കൻ ചെന്നേ ഒരിടത്ത് പരാതി പറയാം, ഈ പൂവൻകോഴികളെല്ലാം പിടക്കോഴികളെ ഓടിച്ചിട്ട് കൊത്തുന്നെന്ന്. മനസ്സിലായോ? ഈ ഈ പൂവൻകോഴിയുടെ ശല്യം കാരണം പിടക്കോഴികൾക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും മാന്തി പറിച്ചു നിന്ന് ജീവിക്കാൻ ഒക്കുന്നില്ല. ആരുടെ പരാതി? ആരുടെ പരാതി? കുറുക്കൻ്റെ പരാതി. ഒക്കെയാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയ ഈ മണ്ട ശിരോമണിൻ്റെ ഇസ്രായേലിനെതിരെയുള്ള ഉപരോധം വായിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്ററോട് ഇരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരാ നിങ്ങൾ വിചാരിക്കുന്നത്? ചൂടുവെള്ളത്തിലെ തവളയോ? എടാ, ഇത് സിംഹക്കുട്ടികളാണ്. വി ആർ സൺസ് ഓഫ് ലയൺസ്. സൺസ് ഓഫ് ലയൺസ്. നീ അവിടെ നിന്ന് ഉപരോധം പാസ്സാക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നീ അവിടെ ഉപരോധം പാസ്സാക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഒരു കുന്തവും നീ ചെയ്യാൻ പോകുന്നില്ലെന്ന്. വല്ലതും ചെയ്തോ? ഒരു കുന്തവും ചെയ്തില്ല. എന്തുകൊണ്ടാ ചെയ്യാൻ കഴിയാഞ്ഞത്? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1% പോലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കാണിക്കാൻ അനുവാദമില്ലാത്ത രാജ്യമാണ് ഇസ്രയേലും അവരുടെ IDF. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലാതെ മറ്റൊരു കാര്യവും കാണിക്കാത്ത രാജ്യമാണ് ആര്? ഈ സൗത്ത് ആഫ്രിക്ക. ഇവരാണ് സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന് ആർക്കെതിരായിട്ട് ഉപരോധം പാസ്സാക്കുന്നത്? ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടിരുന്നത്. ഐ തിങ്ക് യു ഫോളോ മീ. യഹോവയ്ക്കും തൻ്റെ അഭിഷക്തനും വിരോധമായി കൂടുക. പക്ഷേ സക്കറിയ പറഞ്ഞു, ബിഹോൾഡ് ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഡ്രങ്കenness. ഞാൻ യെരുശലേമിനെ പരിഭ്രമപാത്രമാക്കി വെക്കും. And that's exactly what we see today. അത് മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിനേക്കാൾ എത്രയോ അധികം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടത്തുന്ന രാജ്യങ്ങളാണ് ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റീസ് that should be educating the students about real threats in the world. ഇന്നത്തെ ലോകത്തിൻ്റെ യഥാർത്ഥ ത്രെറ്റ്, ഭീഷണി, അതിനെപ്പറ്റി പഠിപ്പിക്കുന്നതിന് പകരം യൂണിവേഴ്സിറ്റിയിൽ പിള്ളേരെ എന്താ പഠിപ്പിക്കുന്നത്? ഇസ്രായേലിനെതിരായിട്ട് പഠിപ്പിക്കുക. ഇനി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് കേട്ടോ, മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങളെ പറ്റി പഠിപ്പിക്കേണ്ട ആളുകൾ മാനുഷിക മൂല്യങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിനെതിരായിട്ട് സംഘടന കൂടുകയാണ്. ഇതാണ് വിവരക്കേടെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ഇറ്റ് എക്സാക്ട്ലി വാട്ട് സക്കറിയ പ്രെഡിക്റ്റഡ് വുഡ് ഹാപ്പൻ. സക്കറിയ ഇതാ സംഭവിക്കുമെന്ന് പറഞ്ഞത്. ബട്ട് ദർ ഈസ് സംതിങ് മോർ ഇൻ ദിസ് പ്രോഫസി ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഓവർലുക്ക്. പക്ഷേ ഈ പ്രോഫസിയിൽ ഒരുപാട് പേരും കാണാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. Zechariah didn't just predict that surrounding nations would become obsessed with Israel. ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായിട്ട് കണ്ണുകടിയോട് എഴുന്നേൽക്കും എന്ന് മാത്രമല്ല സക്കറിയ പ്രവചിച്ചത്. He predicted they would lay siege against Judah and Jerusalem. ജൂദയ്ക്കും യെരുശലേമിനും എതിരായിട്ട് ഉപരോധം കൊണ്ടുവരും. എന്തൊക്കെ ഉപരോധം? ഈ 21-ാം നൂറ്റാണ്ടിൽ എക്സാക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ട്രഡീഷണൽ മിലിറ്ററി സീജ്. ഈ സൈനിക ഉപരോധം മാത്രമല്ല, ഡിപ്ലോമാറ്റിക് രംഗങ്ങളിൽ, ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ, മീഡിയയിൽ, ദെൻ ആക്കഡമിക് സീജ്. ശ്രദ്ധിച്ചോണേ, എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് ഇസ്രയേലിനെ ബഹിഷ്കരിക്കണം. മറന്നുപോകരുത്, ഇസ്രയേലിനെ ബഹിഷ്കരിക്കണം. അപ്പോൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇസ്രായേൽ ബഹിഷ്കരിക്കാൻ ഇസ്രായേൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ബഹിഷ്കരിച്ചിട്ട് അതിന് പകരം നമുക്ക് ഞമ്മൻ്റേതായ സാധനങ്ങൾ ഉണ്ടാക്കാം.
പണ്ട് ഗാന്ധി പറഞ്ഞില്ലയോ, പിന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചിട്ട് നമ്മൾ ഖാദി ഉപയോഗിക്കണമെന്നൊക്കെ. അതുപോലെ അപ്പോൾ നോക്കിയപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് ഉൽപ്പന്നം എന്തുവാ? സോറി, ഇസ്രയേൽ ഉൽപ്പന്നം എന്താ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇസ്രയേലി ഉൽപ്പന്നമാണ് കൊക്കക്കോള. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊക്കോള ഇസ്രയേലിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പം നമ്മൾ ഒരു കുപ്പി കൊക്കക്കോള മേടിച്ച് കുടിക്കുമ്പം ഇത്ര പൈസ ഇസ്രയേലിന് കിട്ടുന്നുണ്ട്. ആ വേണ്ട, നമുക്കറിയാം കോള ഉണ്ടാക്കാൻ. നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? അതിന് പകരം ഒരു പത്തല്ല, ഒരു 20 കൊല്ലം മുമ്പ് മെക്കാക്കോള ഉണ്ടാക്കി. ഹോ, അയ്യോ എൻ്റെ അപ്പോ, എന്തോ ഒരു വലിയ കണ്ടുപിടുത്താന്നറിയാമോ? ഇന്ന് മഷിയിട്ട് നോക്കിയാൽ അത് ഒരെണ്ണം ഈ ലോകത്ത് കാണാനില്ല. നമ്മളിപ്പം മെക്കോക്കോള ഇറക്കുന്നതോടുകൂടി കൊക്കോക്കോള പൂട്ടുമെന്നാണ് പറഞ്ഞത്. ഒരെണ്ണം കാണാനില്ല. അപ്പോൾ ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ നമുക്ക് ബഹിഷ്കരിക്കണം. എന്തോ അടുത്ത ബഹിഷ്കരിൻ്റെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ കേട്ടോണേ. നിങ്ങൾക്ക് ആർക്കും ചിരി വാതിൽ എനിക്കോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് അന്ന് ചിരി അടക്കിയിട്ട് ഇത് പറയാനും പറ്റത്തില്ല. അടുത്ത ഉൽപ്പന്നം കേട്ടോണേ. ഇസ്രയേലിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സാധനം. നമ്മൾ ഈ പല്ലെടുക്കാനായിട്ട് നിങ്ങളാരും പല്ലുകടയിൽ പോയിട്ടുണ്ടോ? ഈ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ ഈ വേദന വരാതിരിക്കാൻ, മോണയ്ക്ക് കുത്തും വേദന വരാതിരിക്കാൻ ആദ്യം ഒരു മരുന്ന് മോണയ്ക്ക് കുത്തി വെക്കും, മോണയിലെ വേദന മാറാൻ. അത് കഴിഞ്ഞിട്ട് പല്ലേ തുറത്തുള്ളൂ, വിവരമുള്ളവരാണെങ്കിൽ. ചില കെട്ടിയന്മാർക്ക് ദേഷ്യം വരുമ്പം ഭാര്യയുടെ പല്ലെടുക്കുന്ന കുറേ എളുപ്പമാണ്. ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇത് ഇസ്രയേൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഈ മരുന്നിൻ്റെ മാനുഫാക്ചറിങ്. അതിൻ്റെ ടെക്നോളജി അവർ വേറെ ആരും കൊടുത്തിട്ടുമില്ല. നമുക്ക് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം. പക്ഷെങ്കിൽ നമുക്ക് പല്ലുവേദന വരുമ്പോൾ നമുക്ക് എവിടെ പോകണം? ഡെന്റിസ്ട്രി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് ഇസ്രയേലുകാരാ. മനസ്സിലായോ? ഇപ്പം ലോകത്തിന് ഏറ്റവും ഭീഷണിയായ രോഗം എന്നറിയാമോ? കിഡ്നി രോഗമാണ്. കിഡ്നി അവസാനം കണ്ടെത്തിയിരിക്കുന്ന ഡയാലിസിസ് എന്നുള്ള ഒറ്റ പരിഹാരമാണ്. അതൊരു ഓൾട്ടർനേറ്റീവ് തെറാപ്പിയാണ്, അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല. ജീവിതം കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ഇത്. പക്ഷേ ഏറ്റവും നല്ല ഡയാലിസിസ് മെഷീൻ എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ആരാന്നറിയാമോ? യഹൂദന. യഹൂദന് മാനുഫാക്ചർ ചെയ്യുക മാത്രമല്ല, അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. മാത്രമല്ല, യഹൂദന്മാരെ എൻജിനീയേഴ്സും അവിടെ ഉണ്ട്. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും കേട് വന്നാൽ അവർ പറഞ്ഞാൽ നന്നാക്കുകയല്ല, ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ ഉടൻ അതിനെ മാറ്റി ഒരു പുതിയ മെഷീൻ അവിടെ വെക്കുക. എന്നിട്ടാ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കാര്യം ഞാൻ 5-6 വർഷം ഡയാലിസിസ് കിടന്ന ആളാണ്, കണ്ടുള്ളതാണ്. ഡയാലിസിസ് മെഷീൻ എന്തെങ്കിലും കിറുകിറി ശബ്ദം കേട്ടാൽ ഉടൻ എഞ്ചിനീയർ വന്നു അവനെ ഡിസ്കണക്ട് ചെയ്തു, അടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞു. ഇതൊരു ലെവൽ ഓഫ് പെർഫെക്ഷനാണ്. നമുക്ക് ഇസ്രയേലിനെ ബഹിഷ്കരിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ബഹിഷ്കരിച്ചിട്ട് 1 മണിക്കൂർ ഈ ലോകത്തിന് ഇനിയും നിലനിൽക്കാൻ കഴിയത്തില്ല. 1 അവർ ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാകാത്ത ഒരു വിഡ്ഢിയെ ലോകത്തിന് ബാക്കിയുള്ളൂ. നിങ്ങൾക്കറിയാം വിഡ്ഢിയുടെ പേരെന്താന്ന്? നമ്മുടെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ഒരു MA ബേബിയുണ്ട്. പേര് പോലാണ് പുള്ളി, ബേബിയാ. മനസ്സിലായോ? പുള്ളി ഇപ്പോഴും ബേബിയാ. പുള്ളിക്കും പ്രായവും പക്വതൊന്നും ഉണ്ടായിട്ടില്ല. ഈ പുള്ളി വിചാരിക്കുന്നത് 1 മണിക്കൂർ നമ്മൾ എല്ലാ ഇസ്രയേൽ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ച് ഫോണും കമ്പ്യൂട്ടറും ഇതെല്ലാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ ഇസ്രയേലിനെ പ്രതിരോധിച്ചെന്നാണ്. നടക്കുന്ന കാര്യമാണോ? മുഴുവൻ ഇസ്രയേലി ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ലോകത്തിന് 1 മണിക്കൂർ നിലനിൽക്കാൻ കഴിയത്തില്ല. 1 അവർ നിലനിൽക്കാൻ കഴിയത്തില്ല. എൻ്റയർ വേൾഡ് അവിടെ എത്തി ഇസ്രയേൽ. അല്ല, ബഹിഷ്കരിക്കാനോ തുടച്ചു മാറ്റാനോ എടുത്തെറിയാനോ ആരെങ്കിലും തീരുമാനിച്ചാൽ എന്താ അവന് പറ്റുന്നത്?
അവന് പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അത്തരം യൂണിവേഴ്സിറ്റികളുടെ ഫണ്ടിങ് ഇല്ലാതാകും. ഇപ്പം ഈ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയൊക്കെ പേടിച്ചിരിക്കുക. എന്താ പേടിച്ചിരിക്കാൻ കാര്യം എന്നറിയാമോ? വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് മുഴുവൻ ജൂവിഷ് സ്റ്റുഡൻസാണ്. ജൂവിഷ് സ്റ്റുഡൻസിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വിവരമുള്ള പിള്ളേരെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾക്ക് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇവരെത്ര ഫീസ് വെച്ചാലും, മനസ്സിലായോ, ഒരു കോഴ്സിന് 10,000 $50,000 വെച്ചാലും ഇതാ പുളിങ്കുരു പോലെ എഴുതി എണ്ണി കൊടുത്തിട്ട് അവിടെ നിന്ന് പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന മുഴുവൻ ആരാന്നറിയാമോ? വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ യഹൂദന്മാരുടെ പിള്ളേരാ. അവരങ്ങോട്ട് കയറി വന്നില്ലെങ്കിലോ യൂണിവേഴ്സിറ്റിക്കാരൻ്റെ കട പൂട്ടി. തീർന്നു, ഫിനിഷ്. ഇനിയും ഇറ്റ് ഈസ് അണ്ടർ ഇക്കണോമിക് സീസ് ത്രൂ ഔട്ട് ബോയ്ക്കോട്ട് ക്യാമ്പയിൻസ്. ഇസ്രയേലിലെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടന്നവരുണ്ട്. ഇറ്റ്സ് അണ്ടർ മീഡിയ സീസ് ത്രൂ ബയാസ്ഡ് കവറേജ്. മീഡിയ ബയാസ്ഡായ വ്യക്തിവിരോധം തീർക്കുന്നതിനുള്ള കവറേജ് മുഴുവൻ ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റിയിലെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇസ്രയേലിനെ ഉപരോധിക്കാമോ ആ രീതിയിൽ മുഴുവനും ലോകത്തിൽ ഓപ്പോസിഷൻ ഇസ്രയേൽ ഫേസ് ചെയ്യുക. ഇറ്റ് സെസ് ദാറ്റ് all who drink from the cup of trembling will end up hurting themselves. ഞാൻ എവിടെയാ വന്ന് പറഞ്ഞു നിർത്തിയത്? ഏതൊക്കെ ഏരിയയിൽ ഇസ്രയേലിനെ തൊടാൻ ശ്രമിച്ചോ അവരൊക്കെ അവസാനം പരിഭ്രാന്തിയിലോടുകയാണ്. ദാറ്റ് എക്സാക്ട്ലി വാട്ട് വി ആർ സീയിങ്. ഇന്ന് ലോകത്ത് നമ്മൾ കൃത്യമായി കാണുന്ന കാര്യം അതാണ്. കൺട്രീസ് ദറ്റ് ബോയ്ക്കോട്ട് ഇസ്രയേൽ end up losing economic opportunities. ഇസ്രയേലിനെ ബോയ്ക്കോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അവർക്ക് പറ്റുന്ന കുഴപ്പം എന്താ? ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. കാരണം വേൾഡിൽ ഏറ്റവും നല്ലവണ്ണം ശമ്പളം കൊടുക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. എനിക്ക് ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് ഇസ്രയേലിൽ. എല്ലാ ദിവസവും ഞാനൊരു കൺസിഡറബിൾ നമ്പർ ഓഫ് ടൈം അവരോട് സംസാരിക്കാറുണ്ട്, എനിക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതിന്. എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞതാണ്, കുറേ വർഷം അവിടെ ജോലി ചെയ്യുന്നു, ഒരിക്കൽ പോലും സാലറി ഇൻക്രീസ് അവൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. എല്ലാ വർഷവും കൃത്യമായി സാലറി ഇൻക്രീസ് കൊടുക്കും. ആഴ്ചയിൽ 6 ദിവസമാണ് കോൺട്രാക്റ്റ് അനുസരിച്ച് ജോലി ചെയ്യേണ്ടത്. ശബത്തിൽ അവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർക്ക് ശബത്തിൽ ഈ ഹോം കെയറിൽ നിൽക്കുന്നതുകൊണ്ട് ശബത്തിലും ജോലി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ശബത്തിൽ അവർ ജോലി ചെയ്യുന്നതിന് ഇരട്ടി ശമ്പളം കൂട്ടിക്കൊടുക്കും, കിട്ടുന്ന ശമ്പളം പോരാതെ. ഇനിയും എല്ലാവർക്കും 1-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുത്തിരിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ നിയമം. 1-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കണമെന്നുള്ളത് 26, 27-ാം തീയതി ആകുമ്പോൾ ശമ്പളം കൊടുത്തിരിക്കും. എത്ര വർഷമായി നിരന്തരമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട്? വർഷങ്ങളാകുന്നു. ഇക്കോണമിക്ക് വല്ലതും സംഭവിച്ചോ? ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഇസ്രയേലിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ഉള്ള ഗുണമെന്നറിയാമോ? ഈ പാകിസ്ഥാനിക്ക് അവിടെ പോയി ജോലി ചെയ്ത് 10 രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവനോ ദരിദ്രവാസി, ലോകത്തിലെ ഏറ്റവും അരിഷ്ടൻ ദരിദ്രവാസി. ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് അവൻ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അവിടെ പോയി ജോലി ചെയ്യുന്ന പിള്ളേർ ഇഷ്ടം പോലെ കാശാണ് നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നത്. പിള്ളേർ പറയും, സാറേ 5, 6, 7 വർഷം മാക്സിമം നിന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റപ്പ് റെഡിയായി നമുക്ക് തിരിച്ചു പോകുന്നുണ്ടെയോ ടിക്കറ്റ്, അതായി നിൽക്കുന്ന വീട്ടുകാർ ടിക്കറ്റ്, ഇഷ്ടംപോലെ സാധനങ്ങളും കയറ്റി ആണ് ഇവരെ അങ്ങോട്ട് അയക്കുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റി. അപ്പം ഇസ്രയേലിനെതിരായിട്ട് ഞങ്ങൾ ഇസ്രയേലിനെ അടുപ്പിക്കത്തില്ലെന്ന് പറയുമ്പം ആർക്കാ കുഴപ്പം പറ്റിയത്? ആ രാജ്യങ്ങൾക്ക് അവരുടെ ഇക്കോണമിയാണ് തകരുന്നത്. Universities that promote anti-Israeli campaigns end up losing donations and Jewish students.
ഉണ്ടോ? യൂണിവേഴ്സിറ്റികളിൽ ഇസ്രായേലിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുമ്പം അവർക്ക് നല്ല പിള്ളേരെയും കിട്ടും, നഷ്ടപ്പെടും, ഡൊണേഷൻസ് കിട്ടും. ഓർഗനൈസേഷൻ ദാറ്റ് ഒബ്സസ് ഓവർ ഇസ്രയേൽ എൻഡ് അപ്പ് ലൂസിങ് ക്രെഡിബിലിറ്റി. ഇസ്രയേലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പിന്നെ ലോകത്ത് നിലനിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പുരാതന കഥകളൊന്നും കടങ്കഥയൊന്നും പറയല്ല. അൺട്ര എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി ഇസ്രയേൽ പിന്നെ ഗാസയിൽ പോയി ഇത് എയ്ഡ് ഓപ്പറേറ്റ് ചെയ്തിരുന്നവർ. അതിനകത്ത് ഒരു ഭൂരിപക്ഷം കൂട്ടരും ആരായിരുന്നു? ഹമാസിൻ്റെ തീവ്രവാദികളായിരുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള മുഴുവൻ സംഗതിയും ചെയ്ത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിൻ്റെ അൺട്ര എന്ന സംഘടനയാണ്. എന്തുവാ സംഭവിച്ചത്? 10,000-കണക്കിനായ അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതായി തീർന്ന് US ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവർക്കിനി പൈസ കൊടുക്കത്തില്ലെന്ന് ഇന്ത്യ ഉൾപ്പെടെ തീരുമാനിച്ചു കഴിഞ്ഞപ്പം 10,000s and 10,000s ഓഫ് അൺട്ര എംപ്ലോയി തീർന്നു, അവൻ്റെ ജോലിയും പോയി. എന്തുവാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? ഈ കപ്പേ കയറി പിടിച്ചാൽ നിന്റെ കട പൂട്ടുമെന്നാണ്. The cup of trembling doesn't hurt Israel. It hurts those who drink from it. അൺട്ര ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച UN-ൻ്റെ മറവിൽ അവിടെ പോയി ആക്രമണം ഉണ്ടാക്കി. ഇസ്രയേൽ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇസ്രയേലിൽ എല്ലാ ആളും കൃത്യമായി ശമ്പളം മേടിച്ച് കഞ്ഞി കുടിക്കുന്നുണ്ട്. അൺട്രാക്കാരനോ അവന് 2 കൊല്ലമായിട്ട് കാശുമില്ല, ജോലിയുമില്ല, ശമ്പളമില്ല, ചോറിയും കുത്തി വീട്ടിലിരിക്കുകയാണ്. Now we come to the second prophetic sign that will leave you breathless when you see how it's unfolding exactly as Zechariah predicted. സക്കറിയ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന സെക്കൻഡ് സ്റ്റേജിനെ പറ്റി ഞാൻ പറയുമ്പോൾ യു വുഡ് ബി ഷോക്ക്ഡ്. സക്കറിയ 2:3-4 വായിക്കുന്നത്, and it shall happen in that day that I will make Jerusalem a very heavy stone for all people. ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഞാൻ യെരുശലേമിനെ ഭാരമുള്ള കല്ലാക്കും. All who would have it away will surely be cut in pieces. അത് അവിടെ നിൽക്കണ്ട, ഈ കല്ലെടുത്ത് കളയുമെന്ന് പറഞ്ഞ് ആര് വന്നാലും അവൻ്റെ നടുവൊടിഞ്ഞ് അവൻ തകരും. Though all nations of the earth are gathered against it. ഞാൻ മുമ്പേ കോയലീഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇവന്മാരെല്ലാം ഒരുമിച്ച് കൂടിയാലും ഇവർ മുഴുവൻ തകർന്നു പോകും. In that day, says the Lord, I will strike every horse with confusion and its rider with madness. ഇനി നിങ്ങളുടെ ടൈമൊക്കെ പോയെന്ന് എനിക്കറിയാം. 5 minutes കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ക്രസ്റ്റിലോട്ടൊക്കെ നമ്മുടെ സെൻട്രൽ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ടോപ്പിക്സിന് നോക്കിക്കോണേ. ഇസ്രായേലിനെതിരായിട്ട് ഏത് ആളെഴുന്നേറ്റാലും I will strike every horse with confusion. എല്ലാ പടക്കുതിരയെയും ഞാൻ ആശയക്കുഴപ്പത്തിലാക്കും. ആൻഡ് ഇറ്റ്സ് റൈഡർ വിത്ത് മാഡ്നസ്. അതുമേൽ ഇരിക്കുന്നവനെ ഞാൻ കിറുക്ക് പിടിപ്പിക്കും, വട്ട് പിടിപ്പിക്കും. I will open my eyes on the house of Judah and I will strike every horse of the peoples with blindness. ഞാൻ യഹൂദയുടെ മേൽ കണ്ണ് തുറക്കുമ്പോൾ യഹൂദയ്ക്കെതിരായി വരുന്ന എല്ലാ കുതിരയെയും ഞാൻ അന്ധത കൊണ്ട് പിടിപ്പിക്കും. ഡു യു റിയലൈസ് ഹൗ സ്പെസിഫിക് ദിസ് ഈസ്? ഈ പറഞ്ഞത് എത്ര സ്പെസിഫിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സക്കറിയ ഡിഡ്ന്റ് ജസ്റ്റ് പ്രെഡിക്റ്റ് ദാറ്റ് ജെറൂസലേം വുഡ് ബി അറ്റാക്ഡ്. യെരുശലേം അറ്റാക്ക് ചെയ്യുമെന്ന് മാത്രമല്ല താൻ പറഞ്ഞത്. ഹി പ്രെഡിക്റ്റഡ് എക്സാക്ട്ലി ഹൗ ഇറ്റ് വുഡ് ബി അറ്റാക്ഡ് ആൻഡ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദി അറ്റാക്കേഴ്സ്. ജെറുസലേമിനെ എങ്ങനെ ആക്രമിക്കുക എന്ത് സംഭവിക്കും? അതാണ് താൻ പറഞ്ഞത്. ജെറൂസലേം would become a burdensome stone that would injure all who tried to carry or move it. ഈ കല്ല് മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് അപകടം പറ്റും. But all who tried to lift would be cut in pieces.
അതിന് എടുത്തു മാറ്റുന്നവരൊക്കെ തകർന്നു പോകും. Now, to fully understand this prophecy, you need to understand what a burdensome stone meant in the ancient world. Ancient world-ൽ ഭാരമുള്ള കല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? It was a stone so large and heavy that when people tried to lift it or move it, they ended up seriously injuring themselves. ഈ കല്ല് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഗൗരവമായ പരിക്ക് പറ്റും. It was a test of strength that frequently resulted in serious injuries. ഈ കല്ലെ പിടിക്കുമ്പോൾ അറിയാം ഒരുത്തൻ എന്തോ കരുത്തുണ്ടെന്ന്. And that is exactly what happened with Jerusalem over the last 70 years. 70 വർഷത്തെ കഥയാണിത്. Every time a nation or a coalition tried to move Jerusalem to take it away from Israel, they ended up being cut in pieces in the process. യെരുശലേം എന്ന് പറഞ്ഞ ആ പട്ടണത്തെ ഇസ്രയേലിൽ നിന്ന് മാറ്റി തങ്ങളുടെ തലസ്ഥാനമാക്കണമെന്ന് ഓരോ പ്രാവശ്യവും ചുറ്റുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം, ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ യെരുശലേമിനെ, എന്നാൽ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി യെരുശലേം മാറുന്നത് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് സിയോൻ കോട്ട പിടിച്ച് ജബൂസ്യരെ തോൽപ്പിച്ചിട്ട് അവരിൽ നിന്ന് പിടിച്ചെടുത്താണ് യെരുശലേം. ജെറുസലേം മീൻസ് ദ ലാൻഡ് ഓഫ് ദ ജബുസൈറ്റ്സ് എന്നാണ്. യബുസൈറ്റ്സിൻ്റെ നാടായി ഈ സ്ഥലം ദാവീദ് രാജാവ് പിടിച്ചെത്ര വർഷം മുമ്പ് നോക്കണം, 3000 വർഷം മുമ്പാണ് ദാവീദ് രാജാവ് പിടിച്ചെടുത്തതായ ഈ സ്ഥലം. ഇത് തങ്ങളുടെ തലസ്ഥാനമാക്കണമെന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചവരൊക്കെ തകർന്നു പോയിട്ടുമുണ്ട്. 1948 കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ദ പ്ലാൻ വാസ് സിമ്പിൾ. ടേക്ക് ദ ഹോളി സിറ്റി ആൻഡ് ഡിവൈഡ് ഇസ്രയേൽ ഇൻടു ടു. യെരുശലേം പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക? ഇസ്രയേലിനെ രണ്ടായിട്ട് വിഭജിക്കുക. ഇൻസ്റ്റഡ് അതിന് പകരം they were defeated so decisively that Israel ended up controlling the western part of Jerusalem. പക്ഷെങ്കിൽ യെരുശലേം പിടിച്ചെടുക്കാൻ വന്നവർ അവർ തകർന്നു പോവുകയും ജെറുസലേമിൻ്റെ വെസ്റ്റേൺ പാർട്ട് ഇസ്രയേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. In 1967 the Arab coalition had a clear objective. 1967 അവരുടെ ക്ലിയർ ഒബ്ജക്റ്റീവും യെരുശലേം പിടിച്ചെടുക്കുകയായിരുന്നു. നടന്നില്ല. ഏതെല്ലാം പ്രാവശ്യം യെരുശലേം പിടിച്ചെടുക്കണമെന്ന് ശത്രുക്കൾ വിചാരിച്ച അന്നൊക്കെ വെസ്റ്റ് ബാങ്ക്, ഗാസ, ഷൈനായ്, ഗോൾഡൻ ഹൈറ്റ്സ്, ഈ പറയുന്ന മുഴുവൻ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് ഇസ്രയേൽ അവിടെ ആധിപത്യം സ്ഥാപിച്ചു. വെൽ, ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ. ഇന്നെന്താ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വരികയാണ്. 156 ലോകരാജ്യങ്ങൾ അധികം താമസിക്കാതെ പറയുമ്പം നെക്സ്റ്റ് മന്തിൽ സെപ്റ്റംബറിൽ ഇസ്രയേലിനെതിരായിട്ട് UN പ്രമേയം പാസ്സാക്കും. ഇസ്രയേലിനെതിരായിട്ട് UN പാസ്സാക്കുന്ന പ്രമേയം എന്താണ്? ആ പ്രമേയം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രമേയം ഇതാണ്: ഇസ്രയേൽ ഗാസയിൽ നിന്ന് ഏകപക്ഷീയമായി പൂർണ്ണമായി പിന്മാറുന്നില്ല എങ്കിൽ ബ്രിട്ടൻ ഓൾറെഡി ഗാസയെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ തങ്ങളുടെ സൈന്യത്തെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അങ്ങനെ പറഞ്ഞത്? കെയ്ർ സ്റ്റാമർ അങ്ങനെ പറഞ്ഞത്? പാവം അറിയാതെ പറഞ്ഞതാ. എന്തറിയാതെ പറഞ്ഞത്? പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ. ആര് പറയിപ്പിച്ചത്? തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഏത് തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന്? ഭൂമിയിലെ രാജാക്കന്മാർ യഹോവയുടെ അഭിഷേകത്തിന് വിരോധമായി അവിടെ കൂടി വരണമെന്നുള്ള പ്രവചനം. എന്താ ഇമ്മാനുവേൽ മാക്രോൺ തീരുമാനിച്ചത്? സൈന്യത്തെ അയക്കണം. അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞത്? അവരുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ കാനഡയിലെ പുള്ളി എന്താ പറയാൻ പോകുന്നത്? സൈന്യത്തെ അയക്കണം. അവരുടെ കൂടെ ചേർന്ന് ഓസ്ട്രേലിയക്കാരൻ എന്താ പറയുന്നത്? സൈന്യത്തെ അയക്കണം. അവരുടെ കൂടെ ചേർന്ന് ഈ ലെവൻ്റെ പേരെന്താണ്, പിന്നെ ചൈനക്കാരൻ എന്താ പറയാൻ പോകുന്നത്?
സൈന്യത്തെ അയക്കണം. സൗത്ത് ആഫ്രിക്കക്കാരൻ എന്താ പറയാൻ പോകുന്നത്? സൈന്യത്തെ അയക്കണം. എന്തിനാ ഇവരെല്ലാം ഇങ്ങനെ പറയാൻ കാരണം? ഇവരെല്ലാം ഇങ്ങനെ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ: തിരുവെഴുത്ത് നിവൃത്തിയാകണം. തിരുവെഴുത്ത് നിവൃത്തിയാകുന്നതിന് വേണ്ടി ഇവരെല്ലാം കൂടെ ഇസ്രയേലിനെതിരായിട്ട് സൈന്യത്തെ അയക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന ഡിസൈസീവായ മീറ്റിംഗാണ് അടുത്ത മാസം UN നടക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്? നമ്മൾ ഓൾറെഡി സെക്രട്ടറിയാവിൽ നിന്ന് കണ്ടിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റൈറ്റ് നൗ ഞാൻ കേട്ട ന്യൂസ് അനുസരിച്ച് നെത്തന്യാഹു ഗോയിങ് ടു ടേക്ക് ഓവർ ഗാസ എടുക്കാനായിട്ടാണ് പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും എഗനസ്റ്റാണ്. ഈ സിറ്റുവേഷനിൽ എന്തോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഡു യു ഹാവ് എനി കമൻറ്റ്? എൻ്റെ കമൻ്റ് ഇതാണ്: നെതന്യാഹു അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ തനിക്കെതിരാകത്തില്ല. താൻ അങ്ങനെ ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, ഇത്തരം രാജ്യങ്ങൾ തനിക്കെതിരാകത്തില്ല. ഇത്രയും രാജ്യങ്ങൾ തനിക്കെതിരായിട്ട് സൈന്യത്തെ അവിടെ അയക്കണം, ഇസ്രായേലിൻ്റെ പൊരുന്നതിന് വേണ്ടി. സൈന്യത്തെ അയക്കണം എന്നുള്ള പ്രവചനം പ്രവചനമാണ്. പ്രവചനം നിവൃത്തീകരിക്കണമെങ്കിൽ ഈ ഡിസിഷൻ ഉണ്ടായൊക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ജസ്റ്റ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോഫസി. അപ്പോഴേ നമ്മുടെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ക്ലോസ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ദാറ്റ് മീൻസ് ക്ലോസ് സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇനിയും ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ കർത്താവിൻ്റെ കാഹളധ്വനി എന്ന് പറയുന്നത്, അതിന് തടസ്സങ്ങളൊന്നും ഇപ്പോൾ ബാക്കിയില്ല. ഒരു തടസ്സം മാത്രം, നമുക്കാർക്കും അറിയത്തില്ലത്. കാരണം ആ തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിൻ്റെ അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ആ ജാതികളുടെ പൂർണ്ണസംഖ്യ എത്ര നമുക്കറിയത്തില്ല. അത് പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് മാത്രമേ ഉള്ളൂ ഡിലേക്ക്. വേറെ ഒരു റീസണും ഡിലേക്കില്ല. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളൂ എന്നുള്ളത് പാസ്റ്റർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷനൊക്കെ പോകുന്നത്. താങ്ക് യു KT ജോസഫ്. Sumit, please unmute Pastor KT Joseph. Unmute ആയി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കേൾക്കാവല്ലോ പാസ്റ്റർ അല്ലേ? പിന്നെ പാസ്റ്റർ, നമ്മുടെ ദൈവജനമായ നമ്മളോട് ഇസ്രായേലിനോട് സമീപനം എന്തായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പൂർണ്ണമായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ ആ കാര്യമാണ് ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞത്. കാരണം അറിവില്ലാത്ത ആൾക്ക് എന്തും വിളിച്ചു പറയാം. ഓക്കെ, കുഴപ്പമില്ല. കുഞ്ഞാടിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ അവരിൽ നിന്ന് ഒടിഞ്ഞുപോയ, അവിശ്വാസം നിമിത്തം ഒടിഞ്ഞുപോയ ബ്രാഞ്ചസിന് പകരം ആ നാച്ചുറൽ ഒലിവിൽ കൊണ്ട് ഒട്ടിച്ചു വച്ചിരിക്കുന്നതാണ്. നമ്മളോട് പറയുന്നത്, അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പനെ ആദരിച്ചില്ലെങ്കിൽ നിന്നെ ആദരിക്കാതെ വന്നേക്കും. നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനതയോടാണ്. എങ്ങനെയാണല്ലോ കമ്മിറ്റ്മെൻറ്റ്? ഒന്ന്, നമ്മൾ യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കമ്മിറ്റ്മെൻറ്റ്, നമുക്ക് കഴിയുമെങ്കിൽ പോയാൽ ആ നാട് സന്ദർശിക്കണം, കഴിയുമെങ്കിൽ. കാരണം അത് അവർക്ക് ഒരുപാട് പ്രയോജനം, ഒരുപാട് രീതിയിൽ. നമ്മുടെ മൂന്നാമത്തെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, എപ്പോഴും ഇസ്രായേലി പ്രോഡക്ട്സ് മേടിക്കുന്നതിനുള്ള, ഇസ്രായേലി പ്രോഡക്റ്റ് ആണെന്ന് അറിയുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിക്കുന്നതിനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാണ്. കാരണം അത് അവരുടെ ഇക്കോണമിയെ പരിപോഷിപ്പെടുത്തുന്നതാണ്. നാലാമത്തെ കാര്യം, ഇസ്രായേലിനെതിരായിട്ട് ആര് സംസാരിച്ചാലും അത് കേൾക്കാൻ പോന്നിക്കരുത്, കേൾക്കാനേ പോകരുത്. അവൻ്റെ വീരദോഷം അവൻ്റെ തലയിൽ നിന്നോണം. നമുക്കത് കേൾക്കാൻ പോലും കാര്യം. ഞാൻ പണ്ട് സ്കൂളിൽ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. വരുമിക സ്വജനാപവാദ പാപം പരൻ ഉര ചെയ്വത് കേട്ട് നിൽപ്പറുവെന്ന്. ഇസ്രായേലിൽ ഈ വിവരമില്ലാത്തവരാണ് ഇസ്രായേലിൽ ചൂത്ത് പറയുമ്പം അവനവിടെ നിന്ന് പറഞ്ഞോട്ട് നോക്കണം. അവനോട് കയറി വർത്താനം പറയാനും അറിയാനും പോകരുത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രോ ഇസ്രായേലി ആയിരിക്കണം. കാരണം അവരുടെ മഷിഹായുടെ കണ്ണ്, അവരുടെ മഷിഹ വന്നപ്പം തിരിച്ചറിയാതിരിക്കണം. ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിട്ട് ആ മഷിഹയെ നമുക്ക് തന്നതാണ്.
കാരണം അവർ മശിയാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അവരുടെ നഷ്ടമാണ് നമ്മുടെ സമ്പത്ത്. ഓർക്കുന്നുള്ള ആമേൻ റോമാലേഖനത്തിൽ അവരുടെ നഷ്ടമാണ് ആമേൻ നമ്മുടെ സമ്പത്ത്. അപ്പം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ആമേൻ താങ്ക് യു. ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇനി നമുക്ക് ആരെ അൺമ്യൂട്ട് ചെയ്യണം? നമ്മുടെ John ജോൺ Paul. പോൾ പാസ്റ്റർ Yeah, അൺമ്യൂട്ട് John. ചെയ്തിട്ട്, അത് കഴിഞ്ഞ് ലവ്ലി സാബുവിനെ അൺമ്യൂട്ട് ചെയ്യണേ. പ്ലീസ് അൺമ്യൂട്ട് ജോൺ പോൾ. Pastor John Paul, please unmute yourself. Praise the Lord. പ്രൈസ് ദി ലോർഡ്. ആ സർ, ഇപ്പോ 195 രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ലോകം മുഴുവനും ഇവരെ ഉപരോധിച്ച് ഇപ്പൊ സൈന്യം വരിക എന്ന് പറഞ്ഞാൽ അതിൽ യുദ്ധമാണ്, അല്ലെങ്കിൽ യുദ്ധഭീതിയാണ്. ഉം. ഇങ്ങനെ വരുമ്പോൾ ഉം. ഇപ്പോ നമുക്കറിയാം വചന നിവൃത്തിയാകും, എന്നാലും ഒരു കമാൻഡിന് വേണ്ടി ചോദിക്കുകയാണ്. ഇസ്രായേലിന് പള്ളി പണിയണം, അതായത് ദേവാലയം പണിയണം. അപ്പൊ ഇത്രയും വളവും ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിൽ മറ്റാരെങ്കിലും, ഇപ്പൊ അമേരിക്ക ഇടപെടും, പക്ഷെ എങ്കിലും അവർക്ക് അതിന് സാധിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ കോംപ്ലിമെന്റ് എത്ര അധികമാണെന്ന് ഒന്ന് വിശദീകരിക്കുക. ഇപ്പൊ തന്നെ പറയാം. അത് വന്നു കഴിയുമ്പോഴാണ് ഇസ്രായേലിന്റെ ഫൈനൽ ഡിസിപ്ഷൻ ഉണ്ട്, അത് ഇസ്രായേൽ വഞ്ചിക്കപ്പെടുന്നത്. കാരണം യഹൂദൻ മശിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മശിയ ആണെന്ന് അവർക്ക് തെളിവ് ലഭിക്കത്തക്ക രീതിയിൽ അതിശയകരമാവുന്ന അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക് ഫോഴ്സിനെ മുഴുവൻ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇസ്ലാമിക് വേൾഡിൽ നിന്ന് ടെമ്പിൾ ഞാൻ പണിതു തരാം എന്ന പീസ് ഓഫറുമായിട്ട് ഒരാൾ വരും. അതാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പാരഡൈം ഷിഫ്റ്റ്, ലാസ്റ്റ് മിനിറ്റിലെ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. താങ്ക് യു. ഓക്കെ. യെസ്. ഇനി ആരാണ്? ലവ്ലി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. സ്തോത്രം പാസ്റ്റർ. യെസ്. എനിക്ക് പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തില് ഇസ്രായേൽ പല രാജ്യങ്ങളിലായിട്ട് ചിതറിപ്പോയപ്പോഴും അവര് ഹീബ്രു ഭാഷ, ശാബത്ത് ആചരിക്കുന്നത്, സർക്കംസിഷൻ ആചരിക്കുന്നത്, ഒരു പോയിന്റ് കൂടെ പറഞ്ഞു. കോഷർ ഫുഡ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ഒരാൾ കൈ വരും. നമ്മുടെ സജി അമ്പൂരിക്കൊന്ന്. പാസ്റ്റർ സജി അമ്പൂരി പ്ലീസ്. സുമിത്, പാസ്റ്റർ സജി അമ്പൂരി ഹാസ് റേസ്ഡ് ഹിസ് ഹാൻഡ്. സാറേ, ഈ ഇസ്രയേലിനെതിരായി എല്ലാ രാഷ്ട്രങ്ങളും ഒന്നിച്ചു വരുമ്പോൾ ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്സ് അനുസരിച്ച് നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ? ഒന്ന്. രണ്ടാമത്, നമ്മുടെ ഭാരതത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവില്, അതായത് ഈ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പദവിയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ ന്യായം വിധിക്കാതെ ഈ ന്യായവിധിയിൽ കിടക്കാതെ രക്ഷപ്പെടുമോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു ബൈബിൾ പ്രവചനം. ഒരു രാജ്യസ്നേഹം ഉണ്ടല്ലോ, അത് ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദേശസ്നേഹം. ഈ ഞാൻ പറയാനുള്ള ഒരു ഉപമയുണ്ട്. മുതല മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈച്ച അതിൻ്റെ തലയിലിരിക്കുകയായിരുന്നു. മീൻ പിടിത്തെല്ലാം കഴിഞ്ഞപ്പം ഈച്ച പറഞ്ഞു, ഞാനും മുതലേച്ചനും കൂടി ഇല്ലേ മീനെല്ലാം പിടിച്ചു കൂട്ടിയെന്ന്. ഞാനും മുതലേച്ചനും കൂടി ഇല്ലേ മീനെല്ലാം പിടിച്ചു കൂട്ടിയെന്ന്. വേൾഡ് സ്റ്റേജിൽ നമ്മൾ അങ്ങനൊരു പവറല്ല. കാര്യം ലോകത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകണം തീരുമാനിക്കത്തക്ക ഒരു പവറല്ല ഇന്ത്യ ഇപ്പോൾ. ഇനി അധികം താമസിക്കും, ഈ വരും ദിവസങ്ങളിൽ മുന്നോട്ട് ആകാൻ പോകുന്നുമില്ല. പലപ്പോഴും നമ്മൾ വലിയൊരു പവറാണെന്നൊക്കെ വിചാരിച്ച് പവർഫുള്ളായിട്ടൊക്കെ ചാടും. ഇനി കേൾക്കത്തില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂരുണ്ടായിട്ട് ലോകത്തിൽ ഒരു രാജ്യത്തെ പോലും നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഒറ്റ രാജ്യത്തെ പോലും. അപ്പോൾ തന്നെ വേൾഡിലെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റ് നമ്പർ 1 നമ്മുടെ കൂടെ ഉണ്ട്. ശശി തരൂരിനെ പോലെ കാര്യങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഈ ലോകത്തില്ല. ഇറ്റ്സ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിന് പോലും പോയിട്ട് ഡിപ്ലോമാറ്റിക് വേൾഡിൽ ഒരു രാജ്യത്ത് നമുക്ക് അനുകൂലമായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മീഡിയ ഉണ്ടല്ലോ,
നമ്മളെ അങ്ങ് പൊക്കിയും നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് ചുമ്മാതാ, ഒരു മണ്ണാങ്കട്ടയല്ല. നമ്മളിപ്പോഴും സൂപ്പർ പൂവറാണ്. അത്രയേ ഉള്ളൂ. ഇനിയും ഭാവി, ഇപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്നത്, അന്ന് ലോക നേതാക്കന്മാരെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കീഴടങ്ങും. യുദ്ധം ചെയ്യാതെ മശിഹായ്ക്ക് കീഴടങ്ങും. കാരണം മശിഹായെ കാണാൻ വേണ്ടി അവർ വരും. തങ്ങളുടെ അധികാരം മശിഹായെ ഏൽപ്പിക്കും. എല്ലാ രാജ്യങ്ങളും മശിഹായെ കീഴടങ്ങും. അതിനെപ്പറ്റിയാണ് ഈ സഖരിയാ പ്രവചനം 12-ാം അധ്യായത്തിൽ അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം മാത്രം കാണത്തില്ല, യഹോവ മാത്രം കാണത്തില്ല, വേറെ ആരും കാണത്തില്ലെന്നാണ്. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. സഖരിയ എഴുതിയത് ഹെബ്രായ ഭാഷയിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അഡനായി യഖാദ് എന്നാണ്. യഖാദ് എന്ന് പറഞ്ഞാൽ തന്നിൽ ഒരുമിപ്പിക്കുക എന്നാണ്. ഈ രാജ്യങ്ങളും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നിൽ യൂണിഫൈ ചെയ്ത് ഒന്നാക്കി മാറ്റും. അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിടിയും കിട്ടത്തില്ല. ദാറ്റ്സ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഇനി ആരൊക്കെയോ വൺ മസ്റ്റ് രാജൻ ബാർക്കോസ് അല്ലേ? അത് മിറക്കിൾ. ഓക്കെ, യെസ്, ഫൈൻ. സുമിത്, വുഡ് യു പ്ലീസ് അൺമ്യൂട്ട് രാജൻ മിറക്കിൾ? Yes, sir. ഇച്ചിരി കാഴ്ചകളുണ്ടോ? ശ്രദ്ധിച്ച് വായിക്കാൻ. യെസ്, Unmute yourself. രാജൻ മിറക്കിൾ, അൺമ്യൂട്ട് യുവർ സെൽഫ്. അൺമ്യൂട്ട് ചെയ്തോ? ഓ, രാജൻ അവിടെ ഇല്ല. ഫോട്ടോ ഇരിക്കുന്നേ ഉള്ളൂ. കേട്ടെ, നോ പ്രോബ്ലം. വന്നു പാസ്റ്ററെ. ആ, രാജന് വീഡിയോ ഓൺ ചെയ്യണം. വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാവൂ. ഓക്കെ, പ്ലീസ്. Yes, Brother Rajan, you are unmute. Please ask your question. രാജൻ അൺമ്യൂട്ട്. പ്രൈസ് ലോർഡ് സാർ. രാജനെ കാണത്തില്ല. എനിക്ക് ഇത് ഓൺ ചെയ്യണം, വീഡിയോ ഓൺ ചെയ്യണം. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ വീഡിയോയിൽ ഓൺ ചെയ്തിട്ട് അത് സ്റ്റാർട്ടായി വരുന്നില്ല സാറേ. ഓക്കെ 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 ഐ ഗിവ് യു പെർമിഷൻ. ചോദിച്ചോ. അപ്പം പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇപ്പൊ നമ്മൾ ഇപ്പം ലാസ്റ്റ് കേട്ട് വന്നതിലൂടെ ഈ ഇസ്രായേലിന് എതിരെ ഈ രാജ്യങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് വരികയും, അപ്പൊ അതിനുശേഷമായിരിക്കുമോ ഈ നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനി മുഴങ്ങുകയും അതിനുശേഷമാണോ ശരിക്കും ഈ എതിർ ക്രിസ്തുവിന്റെ പൂർണ്ണമായ അധികാരത്തോടെ പ്രത്യക്ഷപ്പെടുക എന്നൊരു? എതിർ ക്രിസ്തു പൂർണ്ണമായ അധികാരത്തോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് 3.5 വർഷം കഴിഞ്ഞാൽ പൂർണ്ണ അധികാരത്തിൽ താൻ വെളിപ്പെടത്തുള്ളൂ. പ്രത്യക്ഷപ്പെട്ട് 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യം വരുന്നത്. അതിശയമാകുന്ന അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഒരു യൂണിഫയർ ആയിട്ട് വരുന്നത്, സമാധാനത്തിൻ്റെ രാജാവായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എതിർ ക്രിസ്തു വഞ്ചിച്ച് ഇസ്രായേലിനെ കൂടെ നിർത്താൻ കഴിയുന്നത്. അപ്പം അതിന് അനുകൂലമായ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കേട്ടോണ് ഞാൻ ഒന്നുകൂടെ പറയാമോ. ഒന്ന്, ലോകം മുഴുവൻ ഇസ്രായേലിനെതിരായിട്ട് വന്നു. ഇസ്രായേൽ പറയും, ഞങ്ങൾക്ക് ഇവിടെ ടെമ്പിൾ പണിതേ ഒക്കത്തുള്ളൂ. ഒരു അങ്ങനെ വരുമ്പോൾ അറബ് നേഷൻസിൻ്റെ നേതാവായ മുസ്ലിം ഇസ്ലാമിക് നേഷൻ്റെ നേതാവ് മുന്നോട്ട് വന്ന് പറയും, ഞാൻ പണിത് തരാൻ നിനക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ആര് ടെമ്പിൾ പണിത് കൊടുക്കാന്ന് പറയുന്നത്, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മശിഹ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അസാധാരണമായ വാക്ചാതുര്യവും രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള തൻ്റെ കഴിവും അതിശയകരമാണ് അത്ഭുതം. ഇത് മൂന്നും കാണുന്നുണ്ടെന്ന് അറിയാമോ? അവർ തങ്ങളുടെ അധികാരം ഇദ്ദേഹത്തെ ഏൽപ്പിക്കും. കാര്യം തങ്ങളുടെ ദൈവമാണെന്നുള്ള വിചാരത്തിൽ. അവിടെയാണ് ഇസ്രായേൽ വഞ്ചിക്കപ്പെടുന്നത്. യെസ്.